ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഏഞ്ചല മെക്രോബിയുടെ പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള എസ്സേ ആണ്. ഇത് 1994 പബ്ലിഷ് ചെയ്ത അവരുടെ തന്നെ ഒരു വർക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അവരുടെ വർക്കിന്റെ പേരും പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്നാണ്. അതിന് പോസ്റ്റ് മോഡേണിസം പിന്നെ പല ആസ്പെക്റ്റുകളെ കുറിച്ച് അതിനകത്ത് സംസാരിക്കുന്നുണ്ട് ആ വർക്കിൽ. ലൈക്ക് കണ്ടന്റ് നോക്കുവാണെങ്കിൽ postmodernism and popular culture, a new time in culture studies, post-Marxism and culture studies. Basically, postmodernismത്തിന്റെ കണ്ടംപറേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ തിയററ്റിക്കൽ പൊസിഷൻസിനെ കുറിച്ചും അവർ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എസ്സേയിൽ. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. സോ എസ്സേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. അറൌണ്ട് ഒരു 12 പേജസോളം വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല അവർ ഈ എസ്സേ ഫോളോ ചെയ്തിരിക്കുന്നത്, അല്ല എഴുതി പോയിരിക്കുന്നത്. കുറെ ഒബ്സർവേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചുള്ള കുറെ ഒബ്സർവേഷൻസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് മെയിൻ ആയിട്ടും നോക്കുവാണെങ്കിൽ വി ക്യാൻ സ്ട്രക്ചർ ദിസ് എസ്സേ ഇൻ ടു 10 പോയിന്റ്സ് ഇഫ് യു വാണ്ട് ടു ഹാവ് എ കൈൻഡ് ഓഫ് ലൈക്ക് ഹൂക്കിംഗ് നോഷൻസ് about this essay. We can actually reduce this essay into 10 points or 10 titles. She actually doesn't use any kind of titles here. ബട്ട് മേജർ ആയിട്ടും 10 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ആ 10 കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാനിത് പറയാനും പോകുന്നത്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ലൈക്ക് കൈൻഡ് ഓഫ് ക്രിറ്റിസിസം ഓഫ് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസം. ഈ പോസ്റ്റ് മോഡേണിസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ പോസ്റ്റ് മോഡേണിസത്തിന്റെ പാരലൽ ആയിട്ട് സ്ട്രക്ചറലിസത്തെ പ്ലേസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസം എമേർജ് ചെയ്തത്, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസവും സ്ട്രക്ചറലിസവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിൽ ഒരു ക്രിറ്റിസിസം ഓഫ് സ്ട്രക്ചറലിസം പോസിറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് അവർ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഒറിജിൻ ഓഫ് പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒറിജിന്റെ പിറകിലുള്ളത് എന്നുള്ളത്. 1-2 കാര്യങ്ങൾ പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, പോപ്പ് ആർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചില കൗണ്ടർ കൾച്ചറുകളെ കുറിച്ച് റെഫർ ചെയ്തുകൊണ്ട് ഒറിജിനെ കുറിച്ച് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നു. അതിനുശേഷം ഇവർ ചെയ്യുന്നത് മേജർ ആയിട്ടും 3 തിയററ്റീഷ്യൻസിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവര് ബേസിക്കലി പോസ്റ്റ് മോഡേൺ തിയററ്റീഷ്യൻസിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെന്തൊക്കെയാണ് പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് പറഞ്ഞത്, അവര് പറഞ്ഞതിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്, ഇവർക്ക് എന്തൊക്കെയാണ് അതിനോട് ഒപ്പോസിഷൻസ് ഉള്ളത്, ഇവരെങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ബാക്കിയുള്ള ഒരു ഈ എസ്സേയുടെ പോർഷൻ മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഡിക് ഹെഡ്ജി, ബൗഡ്രിലാർഡ്, പിന്നെ ഫ്രെഡറിക് ജെയിംസൺ, ഈ 3 ക്രിട്ടിക്കുകളെയാണ് ശരിക്കും ബേസിക്കലി പോസ്റ്റ് മോഡേണിസ്റ്റുകളെയാണ് ഇവരുടെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ അവരെ കോട്ട് ചെയ്യുന്നതോടുകൂടി വാട്ട് ഈസ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനും അവർ കൊടുക്കുന്നുണ്ട്. ഡെഫിനിഷൻ ഇൻ ദ സെൻസ് ഷീസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് പോസ്റ്റ് മോഡേണിസം, നോട്ട് ഇൻ എ സിംഗിൾ ഡെഫിനിഷൻ, റൈറ്റ്, ബട്ട് ത്രൂ വേരിയസ് പോയിന്റ്സ്, വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനുശേഷം മറ്റു വരുന്ന ഒരു മേജർ സെഷൻ എന്ന് പറയുന്നത് ഇംപ്ലോസിയൻ എന്ന് പറയുന്ന ബോഡ്രിലാർഡിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് മോഡേണിസത്തിൽ ഉണ്ടാവുന്ന ഇൻഫർമേഷൻ പ്രോലിഫറേഷനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് മീനിങ്, ഇൻഫർമേഷൻ, നോളജ്, അതുപോലെ തന്നെ മീഡിയയുടെ ഇന്റർവെൻഷൻസ്, മീഡിയയുടെ ഗ്രോത്ത്, മീഡിയയുടെ പെനിട്രേഷൻ ഇൻ ടു എവറി വോക്സ് ഓഫ് ലൈഫ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ബോഡ്രിലാർഡിന്റെ ഇംപ്ലോസിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മീഡിയയുടെ ഇഫക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം മീഡിയ കൺസീവ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ബോഡ്രിലാർഡ് തന്നെ സിമുലാക്ര എന്ന് പറയുന്ന കോൺസെപ്റ്റുകളെ പാസീവായിട്ട് റെഫർ ചെയ്യുകയും അതിനെ ഇതിനോട് പോപ്പുലർ കൾച്ചറിനോട് കൂട്ടി വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ അവർ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് ഈ ഒരു ഫ്രെഡറിക് ജെയിംസന്റെ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻസ്, പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചുള്ള വർക്കിൽ ശരിക്കും പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. പോപ്പുലർ ആർട്ടിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, പക്ഷെ പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ബോഡ്ലെയറിന്റെ ആണെങ്കിലും പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഡയമെൻഷൻ, പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ഡയമെൻഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി മൂന്നാമത്തെ ഒരാൾ സൂസൻ സോണ്ടാഗിനെ കൂടെ റെഫർ ചെയ്തുകൊണ്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ് മോഡേൺ പാസ്റ്റീഷ് എന്ന് പറയുന്ന ഐഡിയ അവരെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോപ്പുലർ കൾച്ചറിന്റെ കോണ്ടെക്സ്റ്റിൽ എന്നതിനെ കുറിച്ചും അതിന് സംസാരിക്കുന്നുണ്ട്.
അതാണ് 9ാമത്തെ പോയിന്റ്. ആൻഡ് ഫൈനലി ഇവരുടെ പൊസിഷൻ ഇവർ പറയുവാണ്, വാട്ട് ഈസ് ഹെർ സ്റ്റാൻഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹെർ ഒപ്പീനിയൻ അബൌട്ട് പോസ്റ്റ് മോഡേണിസം ആൻഡ് ഹൗ ഷുഡ് വി ഡീൽ വിത്ത് പോസ്റ്റ് മോഡേണിസം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ശരിക്കും ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് ഈ എസ്സേയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഈ എസ്സേ ഫ്ലോ ചെയ്യുന്നത്. സോ നമുക്ക് ഞാൻ ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഒറിജിനൽ എസ്സേക്കകത്ത് നിന്ന് തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ ഇനി ആർക്കെങ്കിലും എസ്സേ വായിക്കണമെങ്കിൽ ഞാൻ എസ്സേ ഷെയർ ചെയ്ത് തരാം. അത് ഞാൻ ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറെ 21ഓളം സ്ലൈഡ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ ബോൾഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് പ്രത്യേകിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കി അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഈ ബോൾഡ് ചെയ്ത പോർഷൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ട് ഞാനത് ബോൾഡ് ചെയ്തിട്ടുണ്ട്. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. സോ ലെറ്റ് us get into the essay first. Postmodernism and popular culture, 1994. The recent debates on postmodernism possesses both a positive attraction and a usefulness to the analytic of popular culture. This is because they offer a wider and more dynamic understanding of contemporary representation than other account to date. അത് പോസ്റ്റ് മോഡേണിസം എന്തുകൊണ്ടാണ് കൂടുതൽ അനലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ക്രിട്ടികൾക്ക് അപ്പീലിംഗ് ആവുന്നതിനുള്ള കാരണം എന്താണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ലൈഫ് കൈൻഡ് ഓഫ് ദ കണ്ടംപററി ലൈഫ് കനോട്ട് ബി ഡിസേൺഡ്, കനോട്ട് ബി അണ്ടർസ്റ്റുഡ് by any other theories. So the only alternative that we have, or only material that we have, or only tool that we have to decipher the contemporary life is postmodernism. That is why postmodernism has emerged along with the contemporary world. So postmodernism deflects attention away from the singular scrutinizing gaze of semiologists and asks that this be replaced by a multiplicity of fragmented and frequently interrupted looks. Structuralism has also replaced old orthodoxies with new ones. He exemplifies how crucial theory engages with high modernist writers and says that a hierarchy in art is created by this. പ്രിഫറൻസസ് ഫോർ ഹൈ ആർട്ട്. ഈ 3 സെന്റൻസിലും പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചറലിസം എങ്ങനെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്, സ്ട്രക്ചറലിസത്തിന്റെ പ്രശ്നം എന്താണ്, അതുപോലെ തന്നെ സ്ട്രക്ചറലിസം ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ടോ. McRobbie സംബന്ധിച്ചിടത്തോളം structuralism is still surviving because she is telling that structuralism has replaced its old orthodoxies with the new ones. അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് ഹൈ തിയറിയെ കുറിച്ചാണ്. അതായത് തിയറി ബൈ ഫൂക്കോ, തിയറി ബൈ ഡെറിഡ, തിയറി ബൈ ബാർത്ത്, ഇവരെല്ലാവരും ഇപ്പോഴും എടുക്കുന്ന പ്രൈമറി ടെക്സ്റ്റുകൾ ഹൈ മോഡേണിസത്തിന്റെ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ടെക്സ്റ്റുകളുടെ മോഡേണിസത്തിന്റെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളെ തന്നെയാണ് ഇപ്പോഴും ഇവർ അനാലിസിസിനായി എടുക്കുന്നത്. ഈവൻ ഇഫ് ദേ ആർ ലിവിംഗ് ഇൻ എ പോസ്റ്റ് മോഡേൺ എറ ഓർ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഫേസ്, ദേ ആർ സ്റ്റിൽ ഡീലിംഗ് വിത്ത് മോഡേണിസ്റ്റ് ടെക്സ്റ്റ്. ആ ഒരു രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം ആർഗ്യൂ ചെയ്തുകൊണ്ട് അവർ പറയുന്നത് പോസ്റ്റ് മോഡേണിസം ലൈക്ക് ഒരു റിയാക്ഷൻ അഗെയിൻസ്റ്റ് സ്ട്രക്ചറലിസം തന്നെയാണ്, ഒരു ക്രിറ്റിസിസം ഓഫ് സ്ട്രക്ചറലിസം തന്നെയാണ്. അതുപോലെ തന്നെ അവർ പറയും സ്ട്രക്ചറലിസത്തെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചറലിസത്തിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സിംഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റ ഡയമെൻഷനിലുള്ള ഔട്ട്ലുക്ക് ആണ് സ്ട്രക്ചറലിസം എൻവിസേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത്. അത് സെമിയോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറലിസ്റ്റിനെയാണ്. ഇവിടെ ഗേസ് ഓഫ് സെമിയോളജിസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറലിസ്റ്റിനെയാണ്. സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഫ്രീക്വന്റ്ലി ഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിനെ ശരിക്കും നോക്കി കാണണമെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള വളരെ ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറലിസ്റ്റ് ഔട്ട്ലുക്ക് പോരാ, മറിച്ച് ഒരു പോസ്റ്റ് മോഡേൺ ഔട്ട്ലുക്ക് തന്നെ വേണം. അതായത് കണ്ടീഷൻഡ് ആയിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ മെഷർ വെച്ചിട്ട് അല്ലെങ്കിൽ മെത്തേഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഇന്നത്തെ ലോകത്തെ അനലൈസ് അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ ആർട്ടിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. സോ സ്ട്രക്ചറലിസം ഇപ്പോഴും ഓർത്തഡോക്സ് തന്നെയാണ്, പക്ഷേ ഇറ്റ് സ്റ്റിൽ സർവൈവ്സ്. സോ സ്ട്രക്ചറലിസത്തിന് ഒരു ക്രിറ്റിസിസം ആണ് വളരെ പോസിറ്റ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറിജിൻ ഓഫ് പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒറിജിൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോസ്റ്റ് മോഡേണിസത്തിൽ നത്തിങ് ഹാസ് എൻ ഒറിജിൻ. പക്ഷെ അതിന്റെ ഒരു എമർജൻസിനെ കുറിച്ച് പറയുന്ന ചില കോണ്ടെക്സ്റ്റുകളെ അവരോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോപ്പ് ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് വാസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് നോഷൻ ഓഫ് മോഡേണിസ്റ്റ് first took shape, and the most significant trends within postmodernism have challenged modernism's relentless hostility to mass culture. 2 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, പോപ്പ് അല്ലെങ്കിൽ പോപ്പ് കൾച്ചറിന്റെ കോണ്ടെക്സ്റ്റിലാണ് മോഡേണിസം എമർജ് ചെയ്യപ്പെടുന്നത്. പോപ്പ് കൾച്ചറും പോപ്പ് ആർട്ടും നിങ്ങൾക്ക് അറിയാം,
60s ശരിക്കും പോപ്പിന്റെ തുടക്കം. അത് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ആ സമയത്തെ ശരിക്കും ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്സുകളുടെ ഭാഗമായിട്ട് ആർട്ടിലുണ്ടായിട്ടുള്ള റിഫ്ലക്ഷൻസിന്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും പോപ്പ്, അല്ലെങ്കിൽ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് പോപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. ഒരു കൗണ്ടർ കൾച്ചർ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പോസ്റ്റ് മോഡേണിസവും ഏകദേശം ആ സമയത്ത് തന്നെയാണ് എമേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പ് കൾച്ചർ നമുക്കറിയാം ക്ലാസിക്കൽ ആയിട്ടുള്ള എല്ലാ കൾച്ചറൽ നോംസിനെയും കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് അതിനെല്ലാം എല്ലാ ഡിക്റ്റേഷൻസിനെയും റിജക്ട് ചെയ്തുകൊണ്ട് വന്ന വളരെ ലൈക്ക് നോർമൽ ആയിട്ടുള്ള വളരെ എവറിഡേ കൈൻഡ് ഓഫ് ആർട്ടാണ് ശരിക്കും പോപ്പ് കൾച്ചർ, പോപ്പ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പ് ആർട്ടിനെ അല്ലെങ്കിൽ പോപ്പ് കൾച്ചറിന്റെ ഒരു കോണ്ടെക്സ്റ്റിനെയാണ് ശരിക്കും ഇവര് പോസ്റ്റ് മോഡേണിസത്തിന്റെ എമർജിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നു ദർ വാസ് ഓൾറെഡി എ റിലന്റ്ലെസ് ഹോസ്റ്റിലിറ്റി ഓഫ് മോഡേണിസം എഗെയിൻസ്റ്റ് മാസ് കൾച്ചർ. കാരണം ഈ മാസ് കൾച്ചർ എന്ന് പറയുന്നത് തന്നെയാണ് പോപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം പോപ്പ് ലൈക്ക് ബീറ്റിലിന്റെ ഒക്കെ ഒറിജിനൊക്കെ, ബീറ്റിൽ ബാൻഡിന്റെ ഒക്കെ ഒറിജിനെ കുറിച്ച് നോക്കിയാൽ അറിയാം. ബീറ്റിൽ ബാൻഡ് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പോപ്പ് കൾച്ചറിന്റെ റെപ്രസെന്റേഷൻ ആണ്. സോ വളരെ പോപ്പുലർ ആയിട്ടുള്ള, അത് മാസിനെ മില്യൺസ് ഓഫ് പീപ്പിളെ അമാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൾച്ചറൽ മൂവ്മെന്റ് ആയിട്ടാണ് അത് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പോപ്പ് കൾച്ചർ അല്ലെങ്കിൽ മാസ് കൾച്ചർ എന്നൊക്കെ വിളിക്കുന്നത്. സോ മോഡേണിസം ഹാഡ് ഓൾവേസ് എ കൈൻഡ് ഓഫ് എ hostility to mass culture. സോ ഈ രണ്ട് സിറ്റുവേഷൻസിന്റെ ഒരു കൺവേർജൻസിൽ നിന്നാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസം ഒറിജിൻ ചെയ്തതെന്ന് ആണ് മക്രോബി അഭിപ്രായപ്പെടുന്നത്. ഹൈ തിയറി വാസ് സിംപ്ലി നോട്ട് എക്വിപ്ഡ് ടു ഡീൽ വിത്ത് മൾട്ടി ലെയർഡ് പോപ്പ്. അതായത് ഇവരിപ്പോഴും ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ തിയറി, അതായത് ഫൂക്കോയുടെയോ ഡെറിഡയുടെയോ ഒന്നും തിയറി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ മൂവ്മെന്റിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് അവരെല്ലാവരും കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള, കുറച്ചുകൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസിലേക്കാണ് പോയത്. കണ്ടംപററി അനാലിസിസിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം ഫൂക്കോയുടെ വർക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഹി വാസ് നോട്ട് ലൈക്ക് എ ക്രിട്ടിക് ഹു മേക്സ് ഒപ്പീനിയൻസ് ഓൺ ഹിസ് ഓൺ ടൈം. റാദർ ഹി വാസ് ലുക്കിംഗ് അറ്റ് history that was like 200 or 300 years back, like centuries back. History was what he was searching for. എന്താ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റിയിലാണെങ്കിലും ഏതാണ് ബർത്ത് ഓഫ് ക്ലിനിക്ക്, അതുപോലുള്ള ടെക്സ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഹിസ്റ്ററിയുടെ ഒരു ഡിസേണിംഗ് ആണ് എല്ലാത്തിലും കാണുന്നത്. മറിച്ച് കണ്ടംപററി കൾച്ചറൽ മൂവ്മെന്റ്സിനെ കുറിച്ച് വളരെ ഹാർഡ്ലി മാത്രമാണ് അവർ കമന്റ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് മോഡേണിസം ചലഞ്ചസ് ദ നാരോനെസ് ഓഫ് സ്ട്രക്ചറലിസ്റ്റ് വിഷൻ ബൈ ടേക്കിംഗ് ദ ഡീപ് ഇൻട്രോഗേഷൻ ഓഫ് എവറി ബ്രീത്തിങ് ആസ്പെക്ട് ഓഫ് ലീവ്ഡ് എക്സ്പീരിയൻസ് ബൈ മീഡിയ ഇമേജറി ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് മോഡേണിസം ഞാൻ പറഞ്ഞു സ്ട്രക്ചറലിസ്റ്റ് നാരോ വിഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് പോസ്റ്റ് മോഡേണിസം വരുന്നത്. മറിച്ച് അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസാരിച്ചതുപോലെ ലീവ്ഡ് എക്സ്പീരിയൻസ്, എവറിഡേ ലീവ്ഡ് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എവറിഡേ ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും അവർ ഡീൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത്. വെരി ഓർഡിനറി ലൈഫ്, ഓർഡിനറി പീപ്പിൾസ് ലൈഫ്, ഓർഡിനറി കൾച്ചറൽ മൂവ്മെന്റ്സ്, അതാണ് ശരിക്കും അവർ ഡീൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂടുതൽ ഒരു അഡീഷനോടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് മീഡിയ. മീഡിയ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഈ ഒരു കൾച്ചറൽ സ്ഫിയറിലേക്ക് എൻട്രി ചെയ്യുന്നത് പോസ്റ്റ് മോഡേണിസത്തിന്റെ സമയത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ മീഡിയ വാസ് എൻ വെരി ഇൻഫ്ലുവൻഷ്യൽ ഓർ ഇമ്പാക്ട്ഫുൾ പ്ലെയർ ഓർ ഏജൻസി ഇൻ ദിസ് കൾച്ചറൽ മൂവ്മെന്റ്. അപ്പൊ മീഡിയ ഓറിയന്റഡ് ആയിട്ടാണ് പലപ്പോഴും പോസ്റ്റ് മോഡേണിസം കൾച്ചറിനെ റീഡ് ചെയ്യുന്നതും വായിക്കുന്നതും. കാരണം കൾച്ചറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് മീഡിയ ആണ് ഈ ഒരു ടൈം മുതൽ, പോസ്റ്റ് മോഡേണിസത്തിന്റെ ടൈം മുതൽ. ദ സ്റ്റഫ് ഓഫ് പോസ്റ്റ് മോഡേണിസം ഈസ് ദ ഫെമിലിയർ ആൻഡ് എവറിഡേ. അത് ഞാനിപ്പോ പറഞ്ഞതുപോലെ പോസ്റ്റ് മോഡേണിസം ഡീൽ ചെയ്യുന്നത് ശരിക്കും ലൈക്ക് കമ്മിങ് ഡൗൺ ടു ദ വെരി ഗ്രാസ് റൂട്ട് ലെവൽസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, അല്ലെങ്കിൽ ടു ദ ഗ്രൗണ്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ദ തിങ്സ് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ everyday life, the things that are familiar to us. So extensive and inescapable is this process that it becomes conceptually impossible to privilege one simple movement. അതായത് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ്, ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ല ഏതാണ് ഇമ്പോർട്ടന്റ് ഏതാണ് അൺഇമ്പോർട്ടന്റ്. കാരണം പോസ്റ്റ് മോഡേണിസത്തെ സംബന്ധിച്ചിടത്തോളം അവർ when they are looking at the whole scenario of culture, everything is important because everything is intertwined. So മറ്റ് കൾച്ചറൽ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഡേണിസം ഒക്കെ പറയുന്നത് പോലെ ഒരു ആർട്ടിസ്റ്റിക് ഫോം മാത്രം ഡോമിനേറ്റ് ചെയ്യുകയും മറ്റത് അതിന് സബ്സർവിയന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല പോസ്റ്റ് മോഡേണിസം എടുത്തത്. മറിച്ച് പോസ്റ്റ് മോഡേണിസം സംബന്ധിച്ചുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഒരു ഫോമിനെയും ഒരു ആർട്ട് ഫോമിനെയും അവർ പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. എല്ലാത്തിനെയും ഒരു കൾച്ചറൽ ആ ഒരു കൾച്ചറൽ ഇംപറ്റസിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ ഡീൽ ചെയ്യാനാണ് ശ്രമിച്ചത്. ഇനിയാണ് ഡിക് ഹെബ്ഡിച്ച് എന്ന് പറയുന്ന ഒരു തിയററ്റീഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ടാണ് അടുത്ത സെക്ഷനിലേക്ക് അവർ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്ത പോയിന്റ് അവർ പ്രസന്റ് ചെയ്ത ആ രീതിയിലാണ്. അദ്ദേഹത്തിന്റെ എസ്സേയിൽ
സബ് കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. സബ് കൾച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു എസ്സേയിൽ അദ്ദേഹം ശരിക്കും ആദ്യം പോസ്റ്റ് മോഡേണിസത്തെ വളരെ പ്രോഗ്രസീവ് ആയിട്ട് അപ്രോച്ച് ചെയ്തതിനു ശേഷം അദ്ദേഹം ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് പോസ്റ്റ് മോഡേണിസം. ഡിസോൾവ്സ് ദ പ്ലേഫുൾ എലമെന്റ്സ് ഇൻ സബ് കൾച്ചർ സീൻ ഇൻ ദ ന്യൂ ഫാഷൻ ആൻഡ് സ്റ്റൈൽ മാഗസിൻസ്. In contrast with what he sees now as an excess of style, a celebration of the artifice, and a strong cultural preference for pastiche, Hedges seeks out the reassuringly real. He suggests that the slight jockey tones of postmodernism, especially that found in the pages of the Face is a magazine, represents a disengagement with the real and an evasion of social responsibility. He therefore insists on the turn to the world of hunger, exploitation, and oppression, and within it a resurrection of unfragmented, recognizable subjectivity. He only fleetingly engages with what James and Huss described as an important characteristic of postmodern condition, that is, the death of subjectivity and emergence of, in its place, of widespread social schizophrenia. Dick Hedges considered Hebdige considers postmodernism as a deviation from the real social situations and a callback to the pre-postmodern era. See, ഈ ഡിക് ഹെബ്ഡിജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെബ്ഡിജ് പറയുന്ന ചില പോയിന്റ്സ് ലൈക്ക് അത് ഭയങ്കര ക്രിട്ടിക്കൽ ഓഫ് പോസ്റ്റ് മോഡേണിസം ആണ്. മക്രോബിയെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നതിന് കൈൻഡ് ഓഫ് ലൈക്ക് എന്താണ് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു മൂവ്മെന്റ് ആണ് പോസ്റ്റ് മോഡേണിസം. അല്ലെ, അതിന്റെ പൊട്ടൻഷ്യൽ കനോട്ട് ബി മെഷേർഡ്, ഇമ്മെഷറബിൾ ആണ് അതിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഹെബ്ഡിച്ചിനെ പോലെ ഒരു ആൾ, അതായത് പോസ്റ്റ് മോഡേണിസത്തിന്റെ പീക്ക് ടൈം അല്ലെ ഒറിജിന് ശേഷം ഒരു 2 ഡെക്കേഡ്സിന് ശേഷം ആണ് അദ്ദേഹം സബ് കൾച്ചർ എന്ന് പറയുന്ന എസ്സേ എഴുതുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് 84 അല്ല, എനിക്ക് തോന്നുന്നു 82 സംതിങ് ആണ് അദ്ദേഹത്തിന്റെ എസ്സേ വരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഉയർത്തുന്ന ക്രിറ്റിസിസം ആക്ച്വലി ഈസ് ആക്ച്വലി റിയലി വർത്ത് ടു ബി ഡെൽറ്റ് വിത്ത്. ബിക്കോസ് മക്രോബി ഈ ഒരു ക്രിറ്റിസിസം ഉയർത്തി പിടിച്ചുകൊണ്ട് പോസ്റ്റ് മോഡേണിസത്തെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹെബ്ഡിജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, പോസ്റ്റ് മോഡേണിസം ലൈക്ക് represents a disengagement with the real and an evasion of social responsibility. ഈ ഡിസ്എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പോസ്റ്റ് മോഡേണിസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു 80s അല്ലെങ്കിൽ 1980s 1990s ഒക്കെ ആവുമ്പോഴേക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട് മീഡിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട്, ഒരു ഏജൻസി ആയിട്ട് സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യുകയും എമർജ് ചെയ്യുകയും അത് നമ്മുടെ റിയാലിറ്റിയെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്താണ് ശരിക്കും ബൗഡ്രിലിയാഡിനെ പോലുള്ള ആൾക്കാർ ശരിക്കും സിമുലാക്രം എന്ന് പറയുന്ന എസ്സേ എഴുതുന്നതും എത്രത്തോളം അൺറിയൽ ആണ് റിയൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിയറൈസേഷൻ ശരിക്കും എമർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ തിയറൈസേഷൻ എമർജ് ചെയ്യുന്നു. ലൈക്ക് ഗൾഫ് വാർ വാസ് ഫോർട്ട് ഇൻ TV എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വരുന്ന അവിടെയാണ്. കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, സിമുലാക്രൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് റിയൽ ഏതാണ് അൺറിയൽ എന്നുള്ളത്. സോ ആ രീതിയിലോട്ട് മീഡിയ അത്രയും പെർവേഴ്സീവ് ആയിട്ട് മീഡിയ സോഷ്യൽ ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ എസ്സേ എഴുതുന്നത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഡിസ്എൻഗേജ്മെന്റ് വിത്ത് ദ റിയൽ എന്ന് പറയുന്നത്. അതായത് ഹെബ്ഡിജിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന കണ്ടീഷൻ ശരിക്കും ഒരു അൺറിയൽ ആയിട്ടുള്ള കണ്ടീഷനാണ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. വി നീഡ് ടു കം ബാക്ക് ഫ്രം ദാറ്റ് കണ്ടീഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹീസ് കോളിംഗ് പബ്ലിക് ബാക്ക് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ടെൻഡൻസി ഓഫ് പോസ്റ്റ് മോഡേണിസം ഓർ പോസ്റ്റ് മോഡേണിസം ഇറ്റ് സെൽഫ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് വി ഷുഡ് ഗോ ബാക്ക് ടു ദി പ്രീ പോസ്റ്റ് മോഡേൺ എറ വേർ വി ഹാഡ് എ single subjectivity, unfragmented things. I mean, like a very what is it called? Very consistent meaning, very definite ideas, and really recognizable subjectivity. Subjectivity എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം പോസ്റ്റ് മോഡേണിസത്തിൽ വരുമ്പോൾ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അവിടെയാണ് നമ്മൾ ഫ്ലീറ്റിംഗ് സബ്ജക്ടിവിറ്റിയെ കുറിച്ചൊക്കെ കാണുന്നത്, പോസ്റ്റ് മോഡേണിസത്തിലാണ് കാണുന്നത്. അപ്പോൾ ഹെബ്ഡിച്ചിന്റെ അഭിപ്രായത്തിൽ ശരിക്കും പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഒരു ഡീവിയേഷൻ ആണ് ഫ്രം ദ റിയൽ social situations. അതുകൊണ്ടാണ് പുള്ളി he is calling us back to the normal. So what is normal is another question here, because പോസ്റ്റ് മോഡേണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് മോഡേണിസ്റ്റ് ഏറയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ there is nothing called normal, because what we are living is actually normal. There is nothing beyond that normality. So if there is something that we consider to be normal beyond that normality, I think that is fake. അല്ലെങ്കിൽ അത് നമ്മുടെ ഇമാജിനേഷൻ മാത്രമാണ്, അത് നമ്മുടെ അസംഷൻ മാത്രമാണെന്നുള്ളതാണ് ശരിക്കും ഉള്ള ഫാക്ട്. അതുപോലെ തന്നെ ഹെബ്ഡിച്ച് അതിനായിട്ട്
ഐ മീൻ ലൈക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രെഡറിക് ജെയിംസന്റെ ഐഡിയ ലൈക്ക് സബ്ജക്ടിവിറ്റി ഈസ് ലൈക്ക് എന്താ സോഷ്യൽ സ്കീസോഫ്രീനിയാണ്. പോസ്റ്റ് മോഡേണിസത്തിൽ സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ സ്കീസോഫ്രീനിയാണ് എന്ന് പറയുന്ന ഒരു ആശയം ജെയിംസൺ പറയുന്നുണ്ട്. പോസ്റ്റ് മോഡേണിസത്തിൽ ഡെത്ത് ഓഫ് സബ്ജക്ടിവിറ്റി ആണ്. വി ഡോണ്ട് ഹാവ് എ സിംഗിൾ സബ്ജക്ടിവിറ്റി, വി ആർ ഡിഫറെന്റ് സബ്ജക്ട്സ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അതിനെ സോഷ്യൽ സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ജെയിംസൺ കമ്പയർ ചെയ്യുന്നത്. അതായത് സോഷ്യൽ സ്കീസോഫ്രീനിയ നിങ്ങൾക്കറിയാം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു ഒരു കണ്ടീഷനോടാണ് ശരിക്കും ജെയിംസൺ, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോണോട്ടേഷനാണ് ശരിക്കും ജെയിംസൺ അതിന് കൊടുക്കുന്നത്. അതിനെയും ഇവിടെ മെക്രോബി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. McRobbie argues that the terrain of all these surfaces Hebditch mentions pop music style fashion is neither as homogeneous nor as limited as he would have it. അതായത് മക്രോബി പറയുന്നു, ഹെബ്ഡിച്ച് പറയുന്നുണ്ട് നമ്മളോട് തിരിച്ചു പോവാൻ, ഗോ ബാക്ക് ടു വാട്ട് വാസ് മോർ റിയൽ, അല്ലെങ്കിൽ വാട്ട് വാസ് മോർ കൺസീവബിൾ, വാട്ട് വാസ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു റിയൽ ലൈഫ് എന്ന് പറയുന്ന റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് തിരിച്ചു പോകാനാണ് ഹെബ്ഡിച്ച് പറയുന്നത്. പക്ഷേ മെക്രോബി അത് വളരെ ഷാർപ്പായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നത്. അതായത് പോപ്പ് മ്യൂസിക് സ്റ്റൈൽ ഫാഷൻ വാട്ട് എവർ വി ലീവ് ടുഡേ, ദ കൾച്ചർ ദാറ്റ് വി ആർ ഹാവിംഗ് ടുഡേ ഈസ് നോട്ട് ആക്ച്വലി ഹോമോജനസ്, ഇറ്റ്സ് ലൈക്ക് ഹെട്രോജനസ് ആണ്, ഭയങ്കരമായിട്ട് ഹെട്രോജനസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ വാട്ട് ഈസ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു ആശയം ഡിഫൈൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിനെ ഒരു ഒറ്റ ഡെഫിനിഷനിൽ പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന് കുറെ ഫീച്ചേഴ്സ് അദ്ദേഹം അവരിവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് പോസ്റ്റ് മോഡേണിസം, അല്ലെങ്കിൽ വാട്ട് ഈസ് പോസ്റ്റ് മോഡേണിസം സ്റ്റാൻഡിങ് ഫോർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ദിസ് ലാൻഡ്സ്കേപ്പ് ഓഫ് ദ പ്രസന്റ്, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് വിത്ത് ഇറ്റ്സ് എംബ്രേസിംഗ് ഓഫ് പാസ്റ്റിഷ്, ഇറ്റ്സ് സ്മോൾ ഡിഫിയന്റ് പ്ലഷേഴ്സ് ഇൻ ബീങ് ഡ്രസ്ഡ് അപ്പ് ഓർ കാഷ്വൽ, ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ഫ്രാഗ്മെന്റഡ് സബ്ജക്ടിവിറ്റി, ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. എംബ്രേസിംഗ് ഓഫ് പാസ്റ്റിഷ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. ഞാനൊരു പാസ്റ്റിഷിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് പാരഡി തന്നെയാണ്. പാരഡിയിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഒരു ഒറിജിനൽ ആർട്ടിനെ എടുത്ത് അതിനെ കുറച്ചുകൂടി ട്രിവിയലൈസ്ഡ് ആയിട്ട് ശരിക്കും എന്താ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ പാസ്റ്റിഷിലേക്ക് വരുമ്പോൾ സീ ദിസ് ഈ ഒരു പിക്ചർ നോക്കുക, ഡാവിൻസിയുടെ ഈ ഒരു പിക്ചറിനെ ശരിക്കും അവര് വളരെ കൈൻഡ് ഓഫ് ലൈക്ക് ഡീവിയേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അതിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇതിനെയാണ് ശരിക്കും പാസ്റ്റിഷ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് മീനിങ്സ് ഇതിനകത്ത് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ അറിയാം, ലൈക്ക് ഈ കൊടുത്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം സ്റ്റാൻഡ്സ് ഫോർ ദി contemporary society or contemporary situation, like wearing the mask denotes capitalism, its exploitation, like the pollution, അല്ലെങ്കിൽ ഡൈനമിറ്റ് പോലുള്ള അല്ലെങ്കിൽ ബോംബ് പോലുള്ള സംഭവങ്ങൾ, കൈൻഡ് ഓഫ് ദ റക്കറിംഗ് വാർസ് ദാറ്റ് ഹാപ്പൻസ് ഹിയർ ഡ്യൂ ടു ദി ക്യാപിറ്റലിസ്റ്റ് ഇന്റർവെൻഷൻസ് ഓൺ വേരിയസ് ജോഗ്രഫീസ്. സോ അത്തരത്തില് കൈൻഡ് ഓഫ് ഒരു മിക്സ്ചറാണ്. ഇതിനെയാണ് നമ്മൾ പാസ്റ്റിഷ് എന്ന് പറയുന്നത്. അതായത് പല ഫോമുകളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഇമേജിൽ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിൽ പ്രസന്റ് ചെയ്യുക. ആൻഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് എ കോമ്പിനേഷൻ, വെദർ ഇറ്റ് ലുക്സ് ലൈക്ക് ക്വൈറ്റ് ഓക്വേർഡ് അല്ലെങ്കിൽ ഓഡായിട്ട് ഇത് തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ് ഹാസ് എ കൈൻഡ് ഓഫ് എ മീനിങ്. ഇതാണ് ശരിക്കും പോസ്റ്റ് മോഡേൺ പാസ്റ്റിഷ് എന്ന് പറയുന്നത്. സോ പാസ്റ്റിഷ് അല്ലെങ്കിൽ സ്മോൾ ഡിഫിയന്റ് പ്ലഷേഴ്സ് ഇൻ ബീങ് ഡ്രസ്ഡ് അപ്പ് ഓർ casual, its exploration of fragmented subjectivity, all of this articulates more precisely with the wider conditions of present reality. അതായത് മെക്രോബി പറയുന്നത് ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റഡ് ഐഡന്റിറ്റിയും അല്ലെങ്കിൽ പാസ്റ്റിഷും ഇതുപോലുള്ള ഫീച്ചേഴ്സ് ആണ് ശരിക്കും ഈ ആർട്ടുകളിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഈ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ റിയാലിറ്റി. വിത്ത് അൺഎംപ്ലോയ്മെന്റ്, വിത്ത് എഡ്യൂക്കേഷൻ, with the aestheticization of culture, and with the coming into being of those whose voices were historically drowned out by meta narratives of mastery, which were in turn both patriarchal and imperialist. അപ്പോൾ അവർ പറയാണ്, see, look at what are we living? We are living unemployment. We are going through a very peculiar kind of institutionalized education, and also there are, on the other side, there are people who were silenced coming up and speaking against the patriarchy അല്ലെങ്കിൽ the meta narratives. സോ ഇത്തരത്തിലുള്ള വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൊസൈറ്റി നടക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസം, അല്ലെങ്കിൽ ഇതിലെല്ലാം കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ് പോസ്റ്റ് മോഡേണിസം, അല്ലെങ്കിൽ ഈ പ്രസന്റ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ആർട്ട് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ഐ മീൻ ദ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സൊസൈറ്റി വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ദാറ്റ് ഈസ് വാട്ട് വി ഫൈൻഡ് ഇൻ പോസ്റ്റ് മോഡേണിസം. അതിനെ ഒരിക്കലും നമുക്ക് മോഡേണിസ്റ്റ് ആർട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വിക്ടോറിയൻ ആർട്ടോ ആയിട്ടോ
അതിനും അല്ലെങ്കിൽ റെനസാൻസ് ആർട്ടുമായിട്ട് ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതെല്ലാം ആ കാലഘട്ടത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ്. ഇറ്റ് ഹാസ് സ്പ്രെഡ് ഔട്ട്വേർഡ് ഫ്രം ദ റെൽംസ് ഓഫ് ആർട്ട് ഹിസ്റ്ററി ഇൻ ടു പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഓൺ ടു ദ പേജ് ഓഫ് യൂത്ത് കൾച്ചർ മാഗസിൻസ്. അതായത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ലൈക്ക് സ്ട്രിങ്സ് എന്ന് പറയുന്നത്, അല്ലെ ഓഫ് ഷൂട്ട്സ് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റിമൈനിങ് ഇൻ ഹിസ്റ്ററി, ഇറ്റ് ഹാസ് ബിക്കം പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. It is always it is everywhere. I mean, if you are looking at a magazine, if you are looking at a blog, if you are looking at a podcast, anywhere you look, podcast ഒന്നൊന്നില്ല, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. Anywhere you look, you find this. I mean, reflections or maybe impacts of postmodernism being articulated in the forms of art. ഇനി ഹെബ്ഡിച്ചിന് ശേഷം അടുത്ത മേജർ ആയിട്ടുള്ള തിയററ്റിഷ്യൻ എന്ന് പറയുന്നത് ബോഡ്ലിയാർഡ് ആണ്. ജാൻ ബോഡ്ലിയാർഡിന്റെ ഒന്ന് രണ്ട് കോൺസെപ്റ്റുകൾ അവരുടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റേനിയസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ബോഡ്ലിയാർഡ് വരുമ്പോഴാണ് ശരിക്കും മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇൻഫർമേഷൻ ക്രിയേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ content richness-നെ കുറിച്ച് മനസ്സിലാക്കുന്നത്. Like the world is full of content. I mean, whenever people are all driving to produce content, produce information and provide it to people. I mean, നമുക്കിപ്പോൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും കണ്ടന്റ് ആണ്. When you produce a video in YouTube, you are actually producing a content, right? And you don't invest anything else. Rather, you invest your knowledge, you produce information, and you sell it. I mean, ഏറ്റവും വലിയ സബ്സ്റ്റൻസ്, ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ കണ്ടന്റ് ആണ്. സോ അത്തരത്തിലുള്ള ഒരു വേൾഡിന്റെ തുടക്കത്തെ കുറിച്ചാണ്, അത് പോസ്റ്റ് മോഡേണിസത്തിന്റെ തുടക്കമാണ് ശരിക്കും. അത്തരത്തിലുള്ള ഒരു വേൾഡിന്റെ തുടക്കത്തെ കുറിച്ചാണ് ഇവിടെ ബോഡ്ലിയാർഡിലൂടെ ശരിക്കും മക്രോബി പറയാൻ ഉദ്ദേശിക്കുന്നത്. The instantaneous communication and the exposition of the private. Postmodernism appeared in the UK like a breath of fresh air. It captured in a word a multitude of experiences, particularly what Baudrillard has called the instantaneity of communication. A term very important ആണ്, instantaneity of communication. Baudrillard 1985 വർക്കിൽ വരുന്ന ടേം ആണത്. Okay, this refers to the incursion of imagery and communication into those spaces that once were private. അതായത് നമ്മൾ പ്രൈവറ്റ് ഇൻ ദ സെൻസ് വി നോ ദാറ്റ് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ദർ ഇസ് നത്തിങ് പ്രൈവറ്റ്, എവറിഥിങ് ഈസ് എക്സ്പോസ് ടു മീഡിയ, ആൻഡ് വി ഈവൻ അവർ സെൽഫ് ആർ സെല്ലിങ് അവർ ഓൺ പ്രൈവറ്റ് തിങ്സ്. ലൈക്ക് വെൻ വി ആർ എക്സ്പ്ലെയിനിങ് അബൌട്ട് our house, when we are explaining about our very personal habits, when we are showing our personal spaces, even the vanity bags, there is a kind of like YouTube vlogging about vanity bags. What do you carry in your vanity bag? See, that means media has came down into that level. അത്രയും ഡീറ്റെയിൽ ആയിട്ട് മീഡിയ നമ്മുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സോ അതിനെയാണ് ശരിക്കും ഇൻസ്റ്റന്റേനിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് കൈൻഡ് ഓഫ് ലൈക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മൾ we produce knowledge instantaneously. Whatever we do now is a kind of a material for money or for feed or is a kind of an information. ഞാനിപ്പോ ചെയ്യുന്ന കാര്യം മേ ബി an information. ഞാനത് ഇപ്പൊ തന്നെ ലൈവ് എടുത്ത് ഫേസ്ബുക്കിൽ ഇടുവാണെങ്കിൽ that is an information, that becomes an information. So that is called instantaneity of communication എന്ന് പറയുന്നത്. അത് മീഡിയ വന്നതോടുകൂടിയാണ് ഇൻസ്റ്റന്റേനിറ്റി സംഭവിക്കുന്നത് ശരിക്കും. Baudrillard claims that this space has now been penetrated by the predatory and globally colonialist media. But as the frontiers of the self are effaced and transformed, so too are the boundaries which marks out separate discourses and separate politics. So like media is like a colonialist. It has come down to everything that we are standing for today. So boundaries എന്ന് പറയുന്നത് ലൈക്ക് പേഴ്സണൽ ആവാം, പ്രൈവറ്റ് ആവാം, പൊളിറ്റിക്കൽ ആവാം, സോഷ്യൽ ആവാം. ഈ ബൗണ്ടറീസ് ഒക്കെ ഇപ്പം ഭയങ്കര ലീനിയൽ ആണ്, ഭയങ്കര ലിമിനൽ ആണ്, ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് എന്നവർ പറയുന്നു. എവറിഥിങ് ഈസ് എക്സ്പോസ് ടു ദ ഹാർഷ് ആൻഡ് inexorable light of information and communication, which in turn generates only an ecstasy of communication. അതായത് everything is exposed to the harsh and inexorable lights of information and communication, which in turn generate only an ecstasy of communication. So he calls it an ecstasy of communication, a bond, a drive, a kind of a thirst for communication, a thirst for providing information and placing it in media. ഇതിന് ശേഷമാണ് ഇംപ്ലോസിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിനുശേഷം അതിനെ
കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡിസ്കഷൻ മുമ്പോട്ട് പോകുന്നത്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ മെയിനായിട്ടും അവർ കുക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ ഫ്രൻസീഡ് എക്സ്പാൻഷൻ ഓഫ് ദ മാസ് മീഡിയ ഹാസ് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് വിച്ച് ആർ നോട്ട് സോ ഓൺലി നെഗറ്റീവ്. അതായത് മാസ് മീഡിയയ്ക്ക് നെഗറ്റീവ് മാത്രമല്ല, ദർ ആർ സം പോസിറ്റീവ് സൈഡ്സ് ഓൾസോ. അത് മെക്രോബിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അവരതാണ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബാക്കിയല്ല, ബോട്ട്ലിയാർഡ് അടക്കമുള്ള ജെയിംസൺ അടക്കമുള്ളവരെല്ലാം പോസ്റ്റ് മോഡേണിസത്തിന്റെ ഡെവിൾ സൈഡിനെ കുറിച്ച് പറയുമ്പോൾ മക്രോബി ഈസ് ആക്ച്വലി standing to speak about how profitable it is, അല്ലെങ്കിൽ how progressive it is for certain extent, like for certain group of people എന്നുള്ളതാണ് പുള്ളി സംസാരിക്കുന്നത്. The third world refuses now to be assumingly out of the sight. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതിനകത്ത് പറയുന്നത് തേർഡ് വേൾഡിന്റെ ഒരു ഇൻകേർഷനെ കുറിച്ച് പറയുന്നുണ്ട്. ലൈക്ക് 60s ശേഷമാണ് പോസ്റ്റ് മോഡേണിസം ഒറിജിൻ എമേർജ് ചെയ്യുന്നതും അത് എക്സ്പാൻഡ് ചെയ്യുന്നതും. നമുക്കറിയാം അതിന് മുമ്പ് വരെയുള്ള എല്ലാ മൂവ്മെന്റ്സും, മോഡേണിസം ആവട്ടെ, വിക്ടോറിയൻ റെനസാൻസ്, പിന്നെ അതിനു മുമ്പുള്ള ലൈക്ക് എൻലൈറ്റൻമെന്റ്, ഏത് മൂവ്മെന്റ്, ന്യൂ ഹ്യൂമനിസം എല്ലാം അടക്കമുള്ള എല്ലാ മൂവ്മെന്റ് എടുത്താലും തേർഡ് വേൾഡിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. കാരണം തേർഡ് വേൾഡ് വാസ് ലൈക്ക് സ്റ്റാൻഡിങ് ഇൻ ഇഗ്നോറൻസ്. ആ ഒരു കോർഡിനേഷൻ ഒരിക്കലും, ആ ഒരു കണക്ഷൻ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം സെന്റർ ഓഫ് തോട്ട് എന്ന് പറയുന്നത് എപ്പോഴും യൂറോപ്പ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ, പക്ഷെ പോസ്റ്റ് മോഡേണിസം വന്നതോടുകൂടി തേർഡ് വേൾഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് മാറി, പ്രത്യേകിച്ച് മീഡിയയുടെ വരവോടുകൂടി. ഐ മീൻ no more this Western world could hesitate. I mean, could actually distance from the third world, couldn't actually make notice of the third world. So they were like very penchant and very like bullish ആയിരുന്നു really in the case of like media and all. See their contents അല്ലെങ്കിൽ അവരുടെ innovations, അവരുടെ the things that are coming from third world was actually really attractive and really demanding to be looked at. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ബ്രിഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണത്. ഇംപ്ലോസിയൻ എന്ന കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് പ്ലെയിൻലി പറയാം എന്താണെന്നുള്ളത്. കൊളാപ്സിങ് ഇൻസൈഡ് എന്നാണ് ഇംപ്ലോസിയൻ എന്നുകൊണ്ട് ബോട്ട്ലിയാർഡ് അർത്ഥമാക്കുന്നത്. കൊളാപ്സിങ് ഇൻസൈഡ്, നമ്മൾ സാധാരണ കൊളാപ്സിങ് ഇൻ ടു, ഐ മീൻ എക്സ്പ്ലോഡിങ് സംതിങ് ഇൻ ടു ദ ഔട്ട്സൈഡ്, ഐ മീൻ സ്കാറ്ററിങ്. Explosion actually results in scattering of things, withering of things, right? But in the case of explosion, it's a term which means collapsing inside. അത് ഉള്ളിലേക്ക് കൊളാപ്സ് ചെയ്ത് പോവാന്ന് പറയും. ഐ മീൻ കൊളാപ്സ്, ഡിസ്ട്രക്ഷൻ ഹാപ്പനിങ് ഫ്രം വിത്തിൻ, അതിനെയാണ് ശരിക്കും ഇംപ്ലോസിയൻ എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്സ് ഷ്രിങ്കിങ് ഇൻ ടു ഇൻസൈഡ്, ഇറ്റ്സ് കൊളാപ്സിങഗ്, ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഷേപ്പ്. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഷേപ്പ്, ബട്ട് ഇറ്റ് ഈസ് ഷ്രിങ്കിങ് ഇൻ ടു ഇൻസൈഡ് റാദർ ദാൻ ബീങ് എക്സ്പ്ലോർഡ് ഔട്ട്സൈഡ്, ഇൻ ടു ഔട്ട്സൈഡ്. സോ അതിനാണ് ഇംപ്ലോസിയൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം ഇവിടെ ശരിക്കും ബോട്ട്ലിയാർഡ് ഉപയോഗിക്കുന്നത് മീഡിയയുടെ കേസിലാണ്, മീഡിയയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അതായത് ബോട്ട്ലിയാർഡിന്റെ സിമുലേഷൻ ആൻഡ് സിമുലാക്രയിൽ അദ്ദേഹം പറയുന്നത് ഏത് രീതിയിലാണ് ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അത് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അത് ഫെസിലിറ്റേറ്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഒരു ഇൻഫർമേഷൻ ശരിക്കും കൈൻഡ് ഓഫ് ഒരു ഏജൻസി ഒരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഏജൻസി എന്ന് പറയുന്ന ആളാവാം, സൊസൈറ്റി ആവാം, പൊളിറ്റിക്കൽ സ്ട്രീംസ് ആവാം, അല്ലെങ്കിൽ റിലീജിയൻ ആവാം, എന്തുമാവാം. ഒരു ഏജൻസി ഒരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇൻഫർമേഷനെ റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ആ ഇൻഫർമേഷനെ ചുറ്റിപ്പറ്റി അടുത്ത ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതൊരു പക്ഷേ may not be that real compared to the first information. ആ രണ്ടാമത്തെ ഇൻഫർമേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് കൈൻഡ് ഓഫ് ലൈക്ക് മോർ ഫാർ റിയൽ ദാൻ വാട്ട് വാസ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. സോ ഈ രീതിയിലാണ് സിമുലേഷനെയും സിമുലാക്രനെയും അദ്ദേഹം പറയുന്നത്. റിപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യത്തെ റിപ്ലിക്കേഷൻ മോർ റിയലിസ്റ്റിക് ആയിരിക്കും, രണ്ടാമത്തെ റിപ്ലിക്കേഷൻ, അതായത് രണ്ടാമത്തെ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അതിലും ഫാർ റിമൂവ്ഡ് ആയിരിക്കും, മൂന്നാമത്തെ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അതിലും ഫാർ റിമൂവ്ഡ് ആവും. പക്ഷെ മൂന്നാമത്തെ ഇമിറ്റേഷൻ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേതാണോ മൂന്നാമത്തേതാണോ റിയൽ എന്നുള്ള കൺഫ്യൂഷൻ അവിടെ വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഇമിറ്റേഷൻസിനൊന്നും സോഴ്സസ് ഇല്ല. ബേസിക്കലി നമ്മൾ അരിസ്റ്റോട്ടീലിയൻ തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇമിറ്റേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അറിയാം എന്താണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒരു സോഴ്സ് വേണം, ഒരു സിഗ്നിഫയർ വേണം, അല്ലെ ഒരു സിഗ്നിഫൈഡ് വേണമല്ലോ. ഇമിറ്റേഷൻ ഒരു സിഗ്നിഫയറിന് എപ്പോഴും ഒരു സിഗ്നിഫൈഡ് വേണം. സോ ആ ഒരു സിഗ്നിഫൈഡ് എന്ന് പറയുന്ന സാധനം എവിടെയോ ലൂസ് ആയി പോകുന്നു, അതായത് നഷ്ടപ്പെട്ടു പോകുന്നു. ഇൻഫർമേഷൻസ് ഫ്രീ ഫ്ലോ ആയിട്ട് പോകുന്നു. അതായത് ഒരു നോളജിനും ഒരു ഇൻഫർമേഷനും അതിനൊരു സോഴ്സ് അല്ലെങ്കിൽ അതിന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു റെഫറിംഗ് പോയിന്റ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ. അത് ശരിക്കും ബോട്ട്ലിയാർഡ് പറയുന്നത് മീഡിയയുടെ പ്രൊലിഫറേഷനെ കുറിച്ച് പറയുമ്പോഴാണ്. അതായത് മീഡിയ ഇൻഫർമേഷൻസ് ഭയങ്കരമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതായത് സ്പെക്ടേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, റിസീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
മനസ്സിലാക്കാൻ പറ്റുന്നില്ല വാട്ട് ഈസ് റിയൽ, വാട്ട് ഈസ് നോട്ട് റിയൽ, ബിക്കോസ് റിയാലിറ്റി ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ബൈ റെഫറൻസസ്. നമുക്ക് ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്യും, റിയൽ ആണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് റെഫറൻസസ് വേണം. അപ്പോൾ ആ റെഫറൻസസ് നഷ്ടപ്പെടുന്നു, ഒരു മീനിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആ റെഫറൻസ് നഷ്ടപ്പെടുമ്പോൾ ആ ഇൻഫർമേഷൻ ബിക്കംസ് ലൈക്ക് സെൽഫ് സഫീഷ്യന്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ അതിനെ തന്നെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ തന്നെ റിയൽ ആണെന്ന് പറയാൻ പറ്റും. ലൈക്ക് വി നോ ദാറ്റ് ഗോഡ് ഈസ് ആക്ച്വലി സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഗോഡ് ഹിംസെൽഫ്. ദൈവമാണ് ദൈവത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇൻഫർമേഷൻസ് കടന്നു വരുന്ന ഒരു മൊമെന്റിനെ കുറിച്ചാണ് ശരിക്കും ഇവിടെ ഇംപ്ലോസിയനിൽ ബോഡിലിയഡ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരും, കൈൻഡ് ഓഫ് എ ബ്രീച്ചിങ് പോയിന്റ് വരും. ആ ഒരു ബ്രീച്ചിങ് പോയിന്റിൽ ഈ ഇൻഫർമേഷൻ മുഴുവൻ നള്ളായിട്ട് പോവുകയും ആ ഇൻഫർമേഷൻ മുഴുവൻ മീനിങ്ലെസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനാണ് ഇംപ്ലോസിയൻ എന്ന് പറയുന്നത്. അതായത് ഇത് മീഡിയ പ്രൊഡ്യൂസ് ചെയ്ത ഇൻഫർമേഷൻ തന്നെ ആ മീഡിയയുടെ അല്ലെങ്കിൽ മീഡിയ ക്രിയേറ്റഡ് റിയാലിറ്റിയുടെ ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കുന്നു എന്നതാണ് ശരിക്കും അദ്ദേഹം ഇംപ്ലോസിയനിലൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് മക്രോബി ഇത് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പല ക്രിട്ടിക്സുകളും പല ബോഡ്ലിയാർഡ് അടക്കമുള്ള ആളുകൾ പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് പറഞ്ഞത് ഇത് തന്നെയാണ്. കൈൻഡ് ഓഫ് ലൈക്ക് ഇൻഫിനിറ്റ് ഇമിറ്റേഷൻസ്, പ്ലത്തോറ ഓഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം ശരിക്കും ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ഇംപ്ലോസി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണെന്നാണ് ബോഡ്ലിയാർഡ് അടക്കമുള്ള ജെയിംസൺ അടക്കമുള്ള പോസ്റ്റ് മോഡേൺ തിയററ്റീഷ്യൻസ് പറയുന്നത്. അതിന്റെ വാലിഡിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ് ശരിക്കും ഇവിടെ മക്രോബി ഈ ഒരു ആശയം ഇവിടെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇനി എത്രത്തോളം ഇംപ്ലോസിയൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊലിഫറേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസത്തിൽ എത്രത്തോളം റിയൽ ആണ് എന്നതിനെ കുറിച്ച് ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ് ഇവിടെ ഇവർ നടത്തുന്നത്. How media gets into the events and takes custodianship of that events. The media acts as a mediator which is free to create and shape the content. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. The South African government has recently banned journalists from the black townships, and in less politically sensitive arenas, the media continues relentlessly to hijack events and offer in their places a series of theatrical spectacles whose relevance is to what is going on is only tangential and whose formal cues come from other frequently televisional forms of representation. ഇവിടെ ശരിക്കും ഒരു ടെലിവിഷന്റെ ഫങ്ഷണൽ ലോജിക്കാണ് ഇവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ടെലിവിഷൻ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോകുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ നമ്മുടെ ന്യൂസ് ചാനൽ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് if you look at a news channel, you know that the same kind of content is happening in almost all the news channels, because എല്ലാ ന്യൂസ് ചാനലുകളും ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഓർക്കുക, നേരത്തെ നമ്മൾ സംസാരിച്ചത് ഇൻസ്റ്റന്റേനിയസ് വളരെ റീസെന്റ് ആയിട്ടുള്ള കാര്യത്തെ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ന്യൂസ് ചാനലുകളും. സോ പലപ്പോഴും ഒരു ന്യൂസ് ചാനലിന്റെ റെഫറിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു ന്യൂസ് ചാനൽ എന്ത് ചെയ്തില്ല എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് ചാനൽ എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കും ശരിക്കും വേറൊരു ന്യൂസ് ചാനലിന്റെ റെഫറൻസ് പോയിന്റ്. അല്ലെങ്കിൽ അവർ ന്യൂസ് ചെയ്യുന്നത് മറ്റൊരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് ചാനൽ കാണിക്കാത്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് ചാനൽ കാണിച്ചതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മറ്റൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം വളരെ കോൺട്രവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു കോൺട്രവേഴ്സൽ എലമെന്റ്, ഒരു ഇൻഫർമേഷൻ ഒരു ചാനൽ പുറത്തു വിടുന്നു. അപ്പൊ അടുത്ത ചാനൽ ശരിക്കും ആ ഒരു ഇൻഫർമേഷൻ വാലിഡ് ആണോ അല്ലയോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ ആ ഇൻഫർമേഷനെ പറ്റി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. ഐ തിങ്ക് യു മൈറ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കോണ്ടെക്സ്റ്റ്. സോ ആ ഒരു രീതിയിൽ, അതായത് ഒരു ചാനൽ വേറൊരു ചാനലിനെ ഫീഡ് ചെയ്യും, ആ ചാനൽ മറ്റൊരു ചാനലിനെ ഫീഡ് ചെയ്യും ചെയ്യും. ഇത് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്, വളരെ കൈൻഡ് ഓഫ് ഇന്റർടെക്സ്റ്റൽ സാധനമാണ് ഇത് ശരിക്കും. ആ രീതിയിലാണ് മീഡിയ വർക്ക് ചെയ്യുന്നത്. അപ്പം ആരാണ് ശരിക്കും ആ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആവുകയും മറിച്ച് അതിനെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള ബാക്കി ന്യൂസുകളെല്ലാം റിയൽ ആവുകയും ചെയ്യുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ആരും ചെക്ക് ചെയ്യാൻ പോവില്ല. ഇതാണ് ശരിക്കും ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ബോഡ്ലിയാർഡ് പറയുന്ന ഒരു ഇംപ്ലോസിയനിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ 2 എക്സാമ്പിൾ മക്രോബി പറയുന്നുണ്ട്. റൊണാൾഡ് റീഗന്റെ കാര്യവും ഒരു എയർലൈൻ ഹൈജാക്കിനെ കുറിച്ചും പറയുന്നുണ്ട്. റൊണാൾഡ് റീഗന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊണാൾഡ് റീഗന്റെ ഇൽനെസ് വന്നപ്പോൾ ശരിക്കും ഓവർവിംഗ്ലി ഇൻ ദ ലാംഗ്വേജ് സോപ്പ് ഓപ്പറ, അത് പബ്ലിക് അല്ലെങ്കിൽ അത് മീഡിയ ഡീൽ ചെയ്ത രീതി, ഇറ്റ് വാസ് ബീങ് പ്രസന്റഡ് ലൈക്ക് എ സോപ്പ് ഓപ്പറ. ഒരു സോപ്പ് ഓപ്പറ പോലെ വളരെ മെലോഡ്രമാറ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇൽനെസിനെ പ്രസന്റ് ചെയ്തത്. ലൈക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ പല പൊളിറ്റീഷ്യൻസിന്റെയും ലൈക്ക് ആക്ട്സ്, ഇപ്പൊ അവരൊരു സോഷ്യൽ സർവീസിന് പോകുന്നതോ ഒക്കെ വളരെ ലൈക്ക് സി ഹൗ മീഡിയ ഈസ് പ്രസന്റിങ് ദോസ് തിങ്സ്. They're presenting it like a serial, അല്ലെങ്കിൽ they're presenting it like
ലൈക്ക് ഒരു ഫിലിം, ഒരു സിനിമാറ്റിക് ഇഫക്റ്റോട് കൂടിയാണ് അവരത് പ്രസന്റ് ചെയ്യുന്നത്. അതിനെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് അറിയുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് കൺട്രോൾ ചെയ്യുന്നതും ഷേപ്പ് ചെയ്യുന്നതും, നമ്മൾ എന്തറിയണം എന്നുള്ള കാര്യങ്ങൾ വരെ ഷേപ്പ് ചെയ്യുന്നത് മീഡിയ ആണ്. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു ഷിയ മിലിറ്റൻസ് എയർലൈൻസ് ഹൈജാക്ക് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ഹൈജാക്ക് ചെയ്തത് വെച്ചാൽ, ദേ വാണ്ടഡ് ടു ഹാവ് എ പ്രൈം ടൈം ടെലിവിഷൻ സ്പേസ്. Just to have a prime time television space, they did a hijacking because they understand that how important is a prime time television space in a Western channel. സോ അത്രത്തോളം പവർഫുൾ ആണ് മീഡിയ എന്ന് പറയുന്നത് കാണിക്കാനായിട്ടാണ് ഇവർ രണ്ട് എക്സാമ്പിൾസ് പറയുന്നത്. ഇനി മീഡിയയുടെ പെർവേഴ്സീവ്നെസിനെ കുറിച്ച് പറയുന്ന കുറെ എക്സാമ്പിൾസ് ഇവർ പറയുന്നത്, ഇറ്റ് ക്രിയേറ്റ്സ് ഈവൻ ഗ്രേറ്റർ ഡിഫിക്കൽട്ടീസ് ഇൻ അസസിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമേജസ് ഓർ ബിറ്റ്വീൻ പോപ്പുലർ കൾച്ചറൽ ഫോംസ് ആൻഡ് ദെയർ കൺസ്യൂമേഴ്സ്. ദ കോൺഷ്യസ്നസ് ഇൻഡസ്ട്രി ഹാവ് ക്രിയേറ്റഡ് changed remarkably over the last 10 years. But so have the outlook and expectations of the audience. അതായത് media has changed our consciousness completely around, I mean, over the last 10 years. ഇപ്പൊ പറയുവാണെങ്കിൽ over the last 40 or 50 years. Against a backdrop of severe economic decline, the mass media continue to capture new outlets, creating fresh markets to absorb their high-tech commodities. It is no longer possible to talk about the image and reality. So ഈ രണ്ടാമത്തെ പോയിന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ റെലവെന്റ് ആണ്. ലൈക്ക് നമ്മൾ കണ്ടു, കൊറോണ വന്നപ്പോൾ ഫുള്ള് മാർക്കറ്റ് ക്രാഷ് ആയി, everyone was in financial crisis, but the media was actually thriving at that point of time because people were more confined to these media spaces by that time, and media had a very important role in keeping up people at home during the lockdown. So അതായത് media finds always a way to monetize from what is happening around us. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. There is no longer possible to talk about image and reality, media and society. Each pair has become so deeply intertwined that it is difficult to draw the line between. So മറ്റൊരു പ്രത്യേകത അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇമേജും റിയാലിറ്റിയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് നോട്ട് റിയാലിറ്റി. അതുപോലെ തന്നെയാണ് മീഡിയയും സൊസൈറ്റിയും. വാട്ട് ഈസ് സൊസൈറ്റി ആൻഡ് വാട്ട് ഈസ് സൊസൈറ്റി, വാട്ട് ഈസ് മീഡിയ. ബിക്കോസ് നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയെ അറിയുന്നത് ശരിക്കും വയാ മീഡിയയാണ്. We watch news, we come to know about things through media, and we actually see society through media. That means our perception is actually media's perception. Our eyes are actually being served by media. മീഡിയയാണ് നമുക്ക് വേണ്ടി കാണുന്നതും നമുക്കത് കാണിച്ചു തരുന്നതും. സോ സൊസൈറ്റി ഏതാണ്, മീഡിയ ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് നമുക്ക് വരുന്നു. രണ്ടും ഡീപ്ലി ഇന്റർട്വൈൻഡ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് റെഫറിംഗ് ടു ദ റിയൽ വേൾഡ്, മച്ച് മീഡിയ ഔട്ട്പുട്ട് ഡിവോട്ട്സ് ഇറ്റ് സെൽഫ് ടു റെഫറിംഗ് ടു അതർ ഇമേജസ്, അതർ നറേറ്റീവ്സ്. അതായത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മീഡിയയെ സംബന്ധിച്ചിടത്തോളം റിയൽ വേൾഡ് കാണിക്കുക എന്നുള്ളതല്ല ശരിക്കും അവരുടെ ലക്ഷ്യം, മറിച്ച് കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക, കൂടുതൽ എക്സൈറ്റിംഗ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരതിൽ അവരുടേതായിട്ടുള്ള പാർട്ട് പ്ലേ ചെയ്യും. സെൽഫ് റെഫറൻഷ്യാലിറ്റി, ഇറ്റാലിയൻ ക്രിട്ടിക് ആൻഡ് റൈറ്റർ ഉംബർട്ടോ എക്കോ. ഈ സെൽഫ് റെഫറൻഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു പോയതാണ് ഓൾറെഡി, അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഉംബർട്ടോ എക്കോയാണ്. ഇവിടെ ഉംബർട്ടോ എക്കോയുടെ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടാണ് ശരിക്കും സെൽഫ് റെഫറൻഷ്യാലിറ്റിയെ കുറിച്ച് അവർ സംസാരിക്കുന്നത്. It suggests one set of textual practices has become reference point for another. അത് ഞാനിപ്പം നേരത്തെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, എങ്ങനെയാണ് ഒരു ന്യൂസ് ചാനൽ മറ്റൊരു ന്യൂസ് ചാനലിനെ റെഫർ ചെയ്ത് ന്യൂസ് ഉണ്ടാക്കുന്നതും ആ ന്യൂസിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉംബർട്ടോ എക്കോയുടെ രണ്ട് കോൺസെപ്റ്റ് ഇവരുടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന് പാലിയോ ടിവിയും നിയോ ടിവിയും. നിയോ ടെലിവിഷൻ ടോക്സ് അബൌട്ട് ഇറ്റ് സെൽഫ് ആൻഡ് അബൌട്ട് ദ കോൺട്രാസ്റ്റ് ഇസ് എസ്റ്റാബ്ലിഷ് വിത്ത് ഇറ്റ്സ് ഓൺ ന്യൂസസ് ആണ്, ഇറ്റ്സ് ഓൺ കണ്ടന്റ് ആണ്. പാലിയോ ടെലിവിഷൻ ടോക്ട് അബൌട്ട് ദ എക്സ്റ്റേണൽ വേൾഡ് ഓർ pretended to talk about external world. കുറച്ച് മിസ്സിംഗ് ആണ് സെന്റൻസസ്. സോ ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. പാലിയോ ടെലിവിഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉംബർട്ടോ ഒക്കെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ടെലിവിഷൻ ബിഫോർ ദ ബൂം, പോപ്പുലർ കൾച്ചറിന്റെ ബൂമിന് മുമ്പുള്ള ഒരു ടെലിവിഷൻ, അതായത് ടെലിവിഷൻ ദാറ്റ് സെർവ്സ് എ പർപ്പസ്. നമ്മളിപ്പം ദൂരദർശനെ പണ്ടെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, ദാറ്റ് ഈസ് റിയലി ദൂരദർശൻ സെർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. ന്യൂസിന് വളരെ ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത, ഒട്ടും പോമ്പസ് അല്ലാത്ത, എക്സൈറ്റിംഗ് അല്ലാത്ത, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ന്യൂസ് റീഡിംഗ് ആയിരുന്നു പണ്ട് നമ്മൾ ദൂരദർശനിൽ ഉണ്ടായിരുന്നത്. സി ദാറ്റ് മീൻസ് അത് ന്യൂസ് തരിക, ഫീഡ് ചെയ്യുക എന്നുള്ള പർപ്പസ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, മറിച്ച് അഡ്വർടൈസ്മെന്റിന്റെ കമ്പൽഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മാർക്കറ്റിന്റെ കമ്പൽഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പാലിയോ ടെലിവിഷൻ. അതായത് ടോക്ക് അബൌട്ട് ദി എക്സ്റ്റേണൽ വേൾഡ്, വാട്ട് ദേ സെർവ് ഫോർ, അവരെന്തിനു വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത് അത് ആ ഡ്യൂട്ടി ചെയ്യുക. പക്ഷെ നിയോ ടെലിവിഷനിലേക്ക് വരുമ്പോൾ ടോക്ക് അബൌട്ട് ഇറ്റ് സെൽഫ് ആൻഡ് അബൌട്ട് ദ കോൺട്രാസ്റ്റ് ഇസ് എസ്റ്റാബ്ലിഷ് വിത്തിൻ ഇറ്റ്സ് ഓൺ ഫീൽഡ് ആണ് ശരിക്കും, ഇറ്റ്സ് ഓൺ ഫീൽഡ്. സോ നിയോ ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട്
what is happening outside the world. Rather, they are talking about what is happening inside themselves. Sometimes controversies within themselves. Sometimes, see, for example, ഇതുപോലുള്ള ഷോസ്, നമ്മുടെ ബിഗ് ബോസ് പോലുള്ള ഷോസ് എടുക്കുക. See, that is totally created by the media. Nothing is real in that. I mean, it's totally a brainchild of media. They articulate, they create the context, they create the geography, they bring the people, they write the script. Everything is done by them. And finally, what happens? That becomes a sensational news, and millions of people are actually watching them. They're discussing them. They take it into their own life. Even people go and receive people who are coming from this show, like go to the airport. They're actually giving bouquets, and I mean, it's like they're celebrating. സി ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു സോഴ്സിലേക്ക് നോക്കുമ്പോൾ എന്താണ് ശരിക്കും ഒരു മീഡിയ ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടന്റ് ശരിക്കും നമ്മുടെ ലൈഫിൽ എത്രത്തോളം പാർട്ടാവുന്നു, നമ്മളെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മുടെ ലൈഫിനെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നുള്ളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഷോ എന്ന് പറയുന്നത്. ഇതിനെയാണ് ശരിക്കും നിയോ ടെലിവിഷൻ എന്നതുകൊണ്ട് ഇമ്പോർട്ട് ഒക്കെ ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു ഇനിഷ്യൽ ഫോം ആണ് കേട്ടോ. ഇവർക്ക് ഇത് പറയുന്ന സമയത്ത് ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ മീൻ, ഇവര് വെസ്റ്റേൺ കൾച്ചറിന്റെ കോണ്ടെക്സ്റ്റിലാണ് ശരിക്കും പറയുന്നത്. ഇവരുടെ റെഫറൻസസ് എല്ലാം ശരിക്കും സോപ്പ് ഓപ്പറേസ് ആണ്. അതായത് നമ്മുടെ സീരിയലിന്റെ പഴയ ഫോമാണ്, ഐ മീൻ സീരിയലിന്റെ ഫോമാണ് ശരിക്കും ബ്രിട്ടീഷ് വെസ്റ്റേൺ ഫോമാണ് സോപ്പ് ഓപ്പറാസ് എന്ന് പറയുന്നത്. ഓക്കെ, മീഡിയ ഇന്റർഡിപെൻഡൻസി ആൻഡ് ഇറ്റ്സ് കൺസ്യൂമറിസ്റ്റ് ഇംപ്ലിക്കേഷൻസ്. നമ്മൾ ഓൾറെഡി സെൽഫ് സഫിഷ്യൻസി, റെഫറൻഷ്യാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മീഡിയ ഇന്റർഡിപെൻഡൻസി ആൻഡ് ഇറ്റ്സ് കൺസ്യൂമറിസ്റ്റ് ഇംപ്ലിക്കേഷൻസ്. ഇത് മറ്റൊരു കണ്ടിന്യൂഷൻ തന്നെയാണ്. മീഡിയ ഇന്റർഡിപെൻഡൻസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മീഡിയ ഇന്റർഡിപെൻഡൻസി ഈസ് ബോത്ത് ആൻ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇംപെരറ്റീവ്. അതിന്റെ കുറെ എക്സാമ്പിൾസ് അവർ പറയുന്നുണ്ട്. മീഡിയ ഇന്റർഡിപെൻഡൻസിയുടെ ഒരു മീഡിയ ചെയ്യുന്നത് തന്നെ മറ്റൊരു മീഡിയക്ക് ചെയ്യേണ്ടി വരും. ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യേണ്ടത് വരും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. ചിൽഡ്രൻസ് ടി വി ഓൺ സാറ്റർഡേ മോർണിംഗ് ഇവോൾവ്സ് എൻറ്റയർലി അറൌണ്ട് ദ പോപ്പ് മ്യൂസിക് ഇൻഡസ്ട്രി, ഓഫറിംഗ് എൻ എക്സ്ക്ലൂസീവ് ഷോ കേസ് ഫോർ ന്യൂ പ്രൊമോ വീഡിയോസ്. നമുക്കറിയാം, വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, സി ലൈക്ക് നമ്മളിപ്പോ ടി വി കാണുന്നില്ല, ബട്ട് യു ലുക്ക് അറ്റ് യൂട്യൂബ് വീഡിയോസ്. ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും ഒരേ കണ്ടന്റ് ടൈപ്പിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ഏതാണോ ആ ഒരു സെയിം പാറ്റേണിലുള്ള വീഡിയോസ് പല ചാനലുകൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ചാനൽ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ അനദർ ചാനൽ ഫോർ ദി കണ്ടന്റ് പാറ്റേൺ. She calls this classless society where such programs pushing children and even toddlers into fans and thereby potential customers. അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിന് മുമ്പ് 2 പോയിന്റ് ഡിസ്കസ് ചെയ്ത് അതിൽ തിരിച്ചു വരാം. The familiar pop business, phone in to the stars, interviews, the new single, the talent competition for young hopeful. This shows us the feeding of effect between mass media today. അതായത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും like they are all served to us. Like morning we have phone programs, we have interviews with the stars. These kind of things are all created by media only. Before media, there was nothing called phoning in a star or making an interview of a star, or making like these kind of businesses are actually came into being through media only. So അതായത് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്ന് അട്രാക്ട് ചെയ്ത് അവരത് മോണിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേർ വൺസ് ദ മിഡിൽ ക്ലാസ് വേൾഡ് ഓഫ് ബ്ലൂ പീറ്റർ ഡോക്യുമെന്റഡ് ചിൽഡ്രൻസ് ഇനിഷ്യേറ്റീവ് ഫോർ ചാരിറ്റി, നൗ ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് കൾച്ചർ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പെനിട്രേറ്റ്സ് ഫർദർ ഇൻ ടു ദ യൂത്ത് മാർക്കറ്റ്. അതായത് ഇവർ പറയുന്നത്, മക്രോബി പറയുന്നത്, ബ്ലൂ പീറ്റർ എന്ന് പറയുന്ന ഇത് ഇവര് വെസ്റ്റേൺ മീഡിയയാണ് റെഫർ ചെയ്യുന്നത്. മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു ഡോക്യുമെന്ററി സാധനമാണ് ബ്ലൂ പീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് മൊറാലിറ്റി ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. അതായത് മീഡിയയുടെ തുടക്കത്തിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഇവര് ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം അത് കൂടുതൽ ഇന്റൻസ് ആയപ്പോൾ, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ മോട്ടിവേറ്റഡ് ആയപ്പോൾ അതെല്ലാം മാറിയിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് പ്രോഗ്രാംസ് ദാറ്റ് ബ്രിങ്സ് മോർ ഏർണിംഗ്, ആ രീതിയിലേക്ക് ചിൽഡ്രൻസ് പ്രോഗ്രാംസ്, ചിൽഡ്രൻസ് എന്താണ് മീഡിയ ഫീഡിങ്സ് ആ രീതിയിലേക്ക് മാറി എന്നാണ് ഇവർ പറയുന്നത്. സോ ഷീ കോൾസ് ദിസ് ക്ലാസ്ലെസ് സൊസൈറ്റി. അവർ ക്ലാസ്ലെസ് സൊസൈറ്റി എന്നാണ് വിളിക്കുന്നത്. അതായത് മീഡിയ വാച്ചേഴ്സിന് കൈൻഡ് ഓഫ് ലൈക്ക് പെർട്ടിക്കുലർ സൊസൈറ്റി ക്ലാസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദി ക്ലാസസ് ഓഫ് പീപ്പിൾ ആർ ആക്ച്വലി ഹാവിംഗ് ആക്സസ് ടു മീഡിയ ബിക്കോസ് ഇറ്റ്സ് വെരി മച്ച് അവൈലബിൾ. സൊസൈറ്റി വേർ സച്ച് പ്രോഗ്രാം പുഷിംഗ് ചിൽഡ്രൻ ആൻഡ് ഈവൻ ടോഡ്ലേഴ്സ് ഇൻ ടു ഫാൻസ് ആൻഡ് ദെയർ ബൈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹൗ ടോഡ്ലേഴ്സ് ആർ ബിക്കമിങ് ഈവൻ എ പൊട്ടൻഷ്യൽ കസ്റ്റമർ. ലൈക്ക് ടോഡ്ലേഴ്സ്, നമ്മുടെ കുഞ്ഞു പിള്ളേര്, അവര് പോലും കൈൻഡ് ഓഫ് ദേ ആർ ലൈക്ക് seeing something on the TV and they become a fan of that. They are asking us to buy that. They are asking us to buy different varieties of that. See, that is how the market works. That is how market's brain is actually working. How do they potential? That is how they put.
actually make profit out of us. I mean, making potential customers out of even toddlers or children. ഓക്കെ, ഇന്റർടെക്ച്വാലിറ്റി ആൻഡ് മീഡിയ ഇന്റർഡിപെൻഡൻസി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇനി ഇന്റർടെക്ച്വാലിറ്റിയെ കുറിച്ചുകൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവരോട് പറയുന്നുണ്ട്. അതായത് ഇന്റർടെക്ച്വാലിറ്റി നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ടേമാണ്. ഇന്റർടെക്ച്വാലിറ്റി പോസ്റ്റ് മോഡേണിസത്തിന്റെ മാത്രം ഒരു ഔട്ട്പുട്ട് അല്ല എന്ന് നമുക്കറിയാം. ഇന്റർടെക്ച്വാലിറ്റി ഈവൻ ഫോക്ക് ടെയിൽസിൽ വരെ നമ്മുടെ ഇവിടെ റിസർച്ച് നടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഫോക്ക് ടെയിൽസിൽ വരെ ഇന്റർടെക്ച്വൽ എലമെന്റ്സ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ ഇന്റർടെക്ച്വൽ എലമെന്റ്സും മീഡിയ ഇന്റർഡിപെൻഡൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ശരിക്കും ഇവരിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ സിമോൺ ഡിബോവയുടെ മെമ്മോയർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ എന്ന് പറയുന്ന വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്, ഈ ഒരു ആശയം മുമ്പായി കമ്പാരിസൺ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ വർക്കിൽ ശരിക്കും ഒരുപാട് റെഫറൻസസ് ബോവ കൊണ്ടുവരുന്നുണ്ട്. പല ടെക്സ്റ്റുകളിൽ നിന്നും അവർ വായിച്ച നോവലുകളുടെ റെഫറൻസസ് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ആ നോവലുകളുടെ സെന്റൻസസിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഇന്റർടെക്ച്വൽ വർക്കാണ് മെമ്മോയർസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഐ മീൻ മക്രോബി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇന്റർടെക്ച്വാലിറ്റി അല്ല, ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർടെക്ച്വാലിറ്റി അല്ല മീഡിയയിൽ നടക്കുന്നത്. മീഡിയയുടെ ഇന്റൻഷൻ, ഈ ബോവയുടെ ഇന്റൻഷൻ ആക്ച്വലി മീനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നെങ്കിൽ മീഡിയയുടെ കൈൻഡ് ഓഫ് ഇന്റൻഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് രണ്ടിന്റെ ഇന്റൻഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് ആ ഒരു കമ്പാരിസൺ അവരുടെ പ്രസന്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ there is no space for reading now. Baudelaire claims that more media offers less meaning in the guise of more information. More media leave guess. Okay, all secret spaces and secret scenes abolished in a single dimension of information. അതായത് ഞാൻ മുഴുവൻ വായിച്ചിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. Images pushes their way into the fabric of our social lives. They enter into how we look at what we earn, and they are still with us when we worry about bills, housing, and bringing up children. They compete for attention through shock tactics, reassurances, sex and mystery, and by inviting viewers to participate in their series of visual puzzles. So ഇതിലെ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബോഡ്ലിയർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബോഡ്ലിയറിന്റെ മീഡിയ ഓഫേഴ്സ് ലെസ് മീനിങ് ഇൻ ദ ഗീസ് ഓഫ് മോർ ഇൻഫർമേഷൻ. കൂടുതൽ ഇൻഫർമേഷൻ, ഐ മീൻ നമുക്ക് കൂടുതൽ മീനിങ് തരുന്നു എന്ന പ്രിട്ടൻഷൻസിലൂടെ അവർ ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ മീനിങ് കിട്ടുന്നില്ല, മറിച്ച് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ മാത്രമാണ് കിട്ടുന്നത് അതിന്റെ അർത്ഥം. ഓൾ സീക്രട്ട് സ്പേസസ് ആൻഡ് സ്ക്രീൻസ് അബോളിഷ് ഇൻ എ സിംഗിൾ ഡയമെൻഷൻ ഓഫ് ഇൻഫർമേഷൻ. അതായത് whatever is existing there, they are made into information, the form of information. അതാണ് ശരിക്കും കണ്ടന്റ് എന്ന് പറയുന്നത്. എവറിത്തിങ് ഈസ് മെയ്ഡ് ഇൻ ടു കണ്ടന്റ്, എവറിത്തിങ് ഈസ് മെയ്ഡ് ഇൻ ടു ഇൻഫർമേഷൻ. സോ മീനിങ് എന്ന് പറയുന്ന സംഭവം ശരിക്കും സീസ് ടു എക്സിസ്റ്റ് നൗ ഫോർ എ സർട്ടൺ എക്സ്റ്റെന്റ്. റാദർ എവറിത്തിങ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇൻഫർമേഷൻ. വാട്ട് വി വാണ്ട് ഈസ് ഇൻഫർമേഷൻ. Images pushes their way into the fabric of our അതിന് എക്സാമ്പിൾ, ഇതിന് മുമ്പത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലൈക്ക് റൊമാൻസ് എന്ന് പറയുന്ന സംഭവം. See, if you are if you are a lovable person, I mean, if you are looking for a partner, see, what the social media or what the media is wanted is actually what kind of preferences you have. They want information about you, what kind of dresses you like, what kind of food you like, what kind of friends you have, what kind of people you like. See what kind of behaviors you would like to have with your partner. I mean, what kind of habits your partner would like to have, you would like to have. So these kind of information they take, and that means they convert the meaning of romance, അല്ലെങ്കിൽ meaning of love, into information, forms of information, in order to serve their purpose. So ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. ഇമേജസ് പുഷസ് ദെയർ വേക്ക് ഇൻ ടു, ഇമേജ് എന്നോട് ഉദ്ദേശിക്കുന്ന മീഡിയ ആണ്, ശരിക്കും ഇൻഫർമേഷൻ ആണ്, ശരിക്കും ഫാബ്രിക് ഓഫ് അവർ സോഷ്യൽ ലൈഫ്സ്. നമുക്കറിയാം, സി മീഡിയ ഈസ് എവ്രിവെയർ. ലൈക്ക് ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് പേയിങ് യുവർ ബിൽസ്, ഇഫ് യു ആർ വറിങ് അബൌട്ട് യുവർ ചിൽഡ്രൻ സ്റ്റഡി, I mean, learning problems, everywhere there is media offering you solutions, offering you information about that and this. So that is kind of like a part of our life. They are like motivating us through shock tactics, reassurances, sex and mystery, and by inviting viewers to participate in series of visual puzzles. See how they how do they interrogate us, how do they stimulate us, that kind, I mean, how do they influence us. മീഡിയാസ് ഇൻഫ്ലുവൻസ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ. ഇനി അടുത്തൊരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതിനകത്താണ് അവർ ശരിക്കും മീഡിയയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ജസ്റ്റ് എ മിനിറ്റ്, വി വിൽ ഫിനിഷ് ദ സെഷൻ ആൻഡ് ഗോ. ആക്ച്വലി ഇനി ഒരു 8 സ്ലൈഡ് കൂടി ഉണ്ട്, പക്ഷെ ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ക്യാച്ച് അപ്പ് ഫ്രം ഹിയർ.
സോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു പോവാം. Media also entered the classroom in seminar rooms across the country. Slides are projected and students prize open new readings. The educational incorporation of contemporary mass media represents something other than the simple consumption of images. All the new disciplines in the art and social science make use of pop imagery, whether in adult education, in degree courses, or in project works with unemployed young people. This gives rise to a rather more optimistic reading of the mass media than that offered by Baudrillard. The inversive impact of these new technologies, because they now occupy a place within these institutions, provide a basis for the production of a new meaning, new cultural expression. So basically, ഇവർ പറയുന്നത് media has reached into the classroom. We use media for everything as a teaching aid, or we use media. Media is always present in the classroom. So it is an unavoidable fact. We have to accept it, and we need to look at it in that way, because postmodernism കുറിച്ച് പഠിച്ച മറ്റാരും ക്ലാസ് റൂമിലെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിലുള്ള അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഷീ ഈസ് ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് നൗ. There is a myth that radical or challenging media forms come from street, but in fact, it is not. It is from media workshops, creative writings, and classes. I just പറയുന്നത് അത് media forms, new media forms വരുന്ന സ്ട്രീറ്റിൽ നിന്നല്ല, മറിച്ച് വർക്ക്ഷോപ്പുകളിൽ നിന്നും ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലാസ്സസിൽ നിന്നും കോളേജ് സ്റ്റുഡിയോസിൽ നിന്നുമാണെന്നാണ് McRobbie പറയുന്നത്. It is not necessary that these new forms of pop culture are and have been a homogeneously high standard. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. It is much more important than the work itself is. See, ഈ ഒരു സെന്റൻസിൽ അവർ പറയുന്ന work itself is considered both in terms of where it comes from and who made it, and of what groups have in turn take it up. അതായത് മക്രോബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആര് ആണ് ഈ ന്യൂ മീഡിയ ഫോംസ് ക്രിയേറ്റ് ചെയ്തത്, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആരെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് അപ്ഹോൾഡ് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ പറയുന്നു. അല്ലാതെ അതിന്റെ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ അതിന്റെ സോഴ്സിനെ കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത്. ഇവിടെയാണ് സൂസൻ സോണ്ടാജിനെ റെഫർ ചെയ്യുന്നതും അവരുടെ കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നതും. ഓഫേഴ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ഓൺ ദീസ് ഫോംസ് ഓഫ് പോപ്പുലർ കൾച്ചർ വിച്ച് ആർ ഗുഡ് ബിക്കോസ് ദേ ആർ സോ ഓഫുൾ. ഇനി ഇതിന് ശേഷം പറയുന്നത് കുറെ പുതിയ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറെ മീഡിയ ഫോംസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് ക്യാമ്പ് സെൻസിബിലിറ്റി, അങ്ങനെ കുറെ ഫോംസിനെ കുറിച്ച് ഇവരുടെ സംസാരിക്കുന്നത്. അതായത് ബേസിക്കലി ക്യാമ്പ് സെൻസിബിലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്യാമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലാണ്, ഫാഷൻ സ്റ്റൈലാണ്. ഇത് ക്യാമ്പ് സെൻസിബിലിറ്റി ആണ്, ക്യാമ്പ് ഇമേജ് ആണ്. ഇതിൽ നമ്മൾ വളരെ ഓക്വേർഡ് ആയിട്ടുള്ള ഡ്രസ് സ്റ്റൈലായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സെലിബ്രേഷൻ ആണ്. ലൈക്ക് പ്രൈഡ് പരേഡുകളിൽ നമ്മൾ കാണുന്ന ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഇതിന്റെ ഒരു ഇമിറ്റേഷൻ ആയിട്ട് വരുന്നതാണ്, അല്ലെ ക്യാമ്പ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റും. ബേസിക്കലി ഇതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള പ്രോപ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും. അറ്റൻഷൻ സീക്ക് ചെയ്ത് കുറെ കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്റ്റൈലിനെയാണ് ശരിക്കും ക്യാമ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ച് അവെയർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഡസൻ ലുക്ക് ആക്ച്വലി പ്ലസന്റ്. ദിസ് കൈൻഡ് ഓഫ് ഡ്രസ്സിംഗ് സ്റ്റൈൽ ഡസൻ ലുക്ക് പ്ലസന്റ് ആൻഡ് ഡസൻ സീംസ് ടു ബി എ അപ്ഗ്രേഡഡ് ഫാഷൻ. പക്ഷേ ഇതൊരു സെലിബ്രേറ്റഡ് ആർട്ട് ഫോം ആണ്. Camp sensibility, the sense of which is its love for unnatural, of artifice and exaggeration. Until then it was widely felt but as yet unauthorized popular aesthetics. So ഇത് ക്യാമ്പിന്റെ ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് ലവ് ഫോർ unnatural, of artifice and exaggeration. In her essay, Sondage stresses the importance of the knowing audience, one which could allow its self-absorption because it was equally capable of detachment. അതായത് ഈ ക്യാമ്പ് സെൻസിബിലിറ്റിയെ മനസ്സിലാക്കുന്ന ഓഡിയൻസ്, ക്യാമ്പ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാമ്പ് ഫാഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മീഡിയ ഫോംസ് മാത്രമാണ്. അതുപോലുള്ള മറ്റ് പല ഫോംസും ഉണ്ട്. അപ്പൊ അവർ പറയുന്ന ഒരു പ്രീ റിക്വസൈറ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ ഫോം ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഒരു നോയിങ് ഓഡിയൻസ് ആണ്. അത് ഓഡിയൻസിന് അറിയാം ദിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. അവർക്കൊരു ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയാം എന്താണ് ഇത് എന്നുള്ളത്. ആ ഒരു പ്രയർ ഇൻഫർമേഷന്റെ ബേസിലാണ് അതിന്റെ ഈസ്തറ്റിക്സിനെ അവർ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ എൻജോയ് ചെയ്യുകയും ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. The banality of pastiche, how hardly it serves its purpose. ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിഷിനെ കുറിച്ചാണ്, ബേസിക്കലി പോസ്റ്റ് മോഡേൺ പാസ്റ്റിഷിനെ കുറിച്ച്. അതായത് ഈ ഇത്തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ കൾച്ചറൽ ഫോംസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ക്യാമ്പ് സെൻസിബിലിറ്റി, ക്യാമ്പ് ഫാഷൻ പോലുള്ള ഫോമുകൾ ഒരു പോസ്റ്റ് മോഡേൺ പാസ്റ്റ് എന്ന് പറയുന്നത് ഫ്രെഡറിക് ജെയിംസൺ പ്രസന്റ് ചെയ്തിട്ടുള്ള ഐഡിയയോട് വളരെ സിമിലർ ആയിട്ട്, അനലോഗസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹൗ ഹാർഡ്ലി ഇറ്റ് സെർവ്സ് ഇറ്റ്സ് പർപ്പസ്. അതായത് പോസ്റ്റ് മോഡേണിസം പറയുന്നതനുസരിച്ച്, ശരിക്കും പോസ്റ്റ് മോഡേണിസം പറയുന്നത്
ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ്, ആർട്ടിസ്റ്റിക് എക്സ്പെരിമെന്റ്സ് ഒരു പർപ്പസ് സെർവ് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. അതായത് മേ ബി അവരിപ്പം ഗേ ക്യൂർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർ അത്തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അല്ല ഈ ഫെമിനിസ്റ്റുകൾ ആ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നത് ശരിക്കും അവരുടെ ആശയത്തെ കൈൻഡ് ഓഫ് ലൈക്ക് അതിന് റീച്ച് കിട്ടാനായിട്ടും അതിനെ കുറച്ചുകൂടെ നാച്ചുറൽ ആക്കാനുള്ളതിന്റെ ഭാഗമായിട്ടുമാണ്. നമുക്ക് അതിന്റെ പബ്ലിക് അറ്റൻഷന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതിനൊരു പേർപ്പസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി തിയററ്റീഷ്യൻസ് ലൈക്ക് ദ ക്രിറ്റിക്സ് ഓഫ് പോസ്റ്റ് മോഡേണിസം ലൈക്ക് ജെയിംസൺ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ പാസ്റ്റേഷ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റൈൽ ഫോംസ് ഓഫ് ആർട്ടിനെ ശരിക്കും ഡെപ്ത്ലെസ് ആയിട്ടാണ് കാണുന്നത്. ഹി കോൾസ് ദിസ് ദിസ് ഫോം ഓഫ് ആർട്ട് പോസ്റ്റ് മോഡേൺ പാസ്റ്റേ ആസ് ഡെപ്ത്ലെസ്നെസ്, ഫോം ഓഫ് ഡെപ്ത്. അതിന് അധികം ഒരുപാട് മീനിങ് ഇല്ലാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഇല്ലാത്ത ഒരു ആർട്ട് ഫോം എന്ന രീതിയിലാണ് അവരിതിനെ അവതരിപ്പിക്കുന്നത്. ലൈക്ക് പോപ്പ് മ്യൂസിക് ആവട്ടെ, പോപ്പുലർ സോപ്പ് ഓപ്പറാസ് ആവട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ പോപ്പുലർ പോസ്റ്റ് മോഡേൺ ഫോമിനെയും ആ രീതിയിലാണ് ശരിക്കും ജെയിംസൺ കണ്ടിട്ടുള്ളത്. ദ പ്രാക്ടീസ്ഡ് സിൻസിയറിറ്റി ഓഫ് ദ പോപ്പ് പെർഫോമേഴ്സ് ഹിസ് ഓർ ഹെർ, അത് ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് പോപ്പ് പെർഫോമേഴ്സോ അല്ലെങ്കിൽ പോപ്പ് പെർഫോമേഴ്സ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അവര് ശരിക്കും പെർഫോം ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് ഫോർ ദ പ്ലഷർ, റാദർ ദർ ഈസ് എ ഹ്യൂജ് മെസ്സേജ് ദേ ആർ ട്രൈങ് ടു ഗീവ്. ലൈക്ക് ബോബ് മാർലി പോലുള്ളവരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ദർ ഈസ് എ മെസ്സേജ് ദാറ്റ് ഈസ് ഇന്റൻഡഡ് ഇൻ ഓർ ഇംപ്ലൈഡ് ഇൻ ദെയർ വർക്ക്സ്. സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ പെർഫോമൻസിന്റെ ഒരു ഭാഗമാണ് അതെന്ന് പറയുന്നത്. പക്ഷെ അതിനെ വളരെ ട്രിവിയലൈസ് ആയിട്ടാണ് ശരിക്കും, അല്ലെ അതിനെ ആ പാസ്റ്റ് ഒരു ഡെപ്ത്ലെസ്നെസ് ആയിട്ടാണ് ശരിക്കും, അല്ലെങ്കിൽ അത് ഇമ്പാക്ട്ഫുൾ അല്ല എന്നുള്ള കാര്യമാണ് ശരിക്കും ജെയിംസിനെ പോലുള്ള ക്രിട്ടിക്സുകൾ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. ജെയിംസൺ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് സ്പീച്ച് ഇൻ എ ഡെഡ് ലാംഗ്വേജ് എന്നാണ് ജെയിംസൺ ഇത്തരത്തിലുള്ള ഇതിനെ കുറിച്ച് പറയുന്നത്. സ്പീച്ച് ഇൻ എ ഡെഡ് ലാംഗ്വേജ്, ലൈക്ക് വി നോ ദാറ്റ് വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് എ സ്പീച്ച് ഇൻ എ ഡെഡ് ലാംഗ്വേജ്. ഇഫ് ദ ലാംഗ്വേജ് ഇസ് ഡെഡ് there is no meaning for the speech. Fails to engage with the reception perhaps. അപ്പൊ മക്രോബിയെ സംബന്ധിച്ചിടത്തോളം ജെയിംസിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻ നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they were not focusing on popular culture, they were focusing on popular art. Popular art is different from popular culture, that is very different. സോ കൾച്ചർ ഇൻക്ലൂഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ലിവിങ് എക്സ്പീരിയൻസസ്, ഡേ ടു ഡേ ലൈഫ് എക്സ്പീരിയൻസസ്, കണ്ടംപററി തിങ്സ്, സിമിലർ തിങ്സ്, ഫെമിലർ തിങ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൾച്ചറിലാണ് വരുന്നത്. ആർട്ട് ഫോം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ആർട്ട് ലൈക്ക് പെയിന്റിംഗ് പോലുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള ജാനറുകളാണ് ആർട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻ കൾച്ചർ ഹൗ ഡസ് പാസ്റ്റർ സെർവ്സ് എ പർപ്പസ്? ഇനി പാസ്റ്റ് എങ്ങനെയാണ് ശരിക്കും, അത് നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള കൾച്ചറൽ ഫോംസ് എങ്ങനെയാണ് ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നതെന്ന് സോണ്ടാജ് ഒരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്. Sondage's linking of pasture with a favorite audience Gaiman is instructive because she shows how a relationship evolves around a social memory, a minority making a bid for a cultural form in which they felt they could stake some of their fragmented and sexual deviant identity. The insistence on the way on both style and pleasure made the product attractive to those outside as well as inside. The result was absorption of the camp style into the mainstream of popular taste. Okay, Sondage's approach is useful because she is not so much talking about pure or original artistic invention, but rather describing. Okay, fine. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയുന്നത് സൊണ്ടാജിന്റെ എക്സ്പ്ലനേഷൻ ആണ്. സൊണ്ടാജ് പറയുന്നത്, see, for example, if you are thinking that postmodern forms are irrelevant or depthless, you should look at gay men. Their community, they were trying to use this camp fashion. They used it in their pride parades, or maybe they used it in the occasions where they got chance to express themselves because they are a minority, they were like outsiders. പക്ഷെ ഈ ഒരു കൾച്ചറൽ പാറ്റേണിലൂടെ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫോമിലൂടെ they could actually recognize themselves. അവരുടെ ഡീവിയൻ സെക്ഷുവൽ ഐഡന്റിറ്റിയെ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി, അവർക്ക് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യാൻ പറ്റി. സോ ആ ഒരു രീതിയിൽ they could actually see the insistence of the way on both styles and pleasure made the product attractive to those outside as well as inside. See, basically ഒരു ഗേ കമ്മ്യൂണിറ്റി മെൻ ആണ് ആക്ച്വലി ഈ ഒരു ഫാഷനെ, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു ക്യാമ്പ് ഫാഷൻ എന്ന് പറയുന്ന സംഭവത്തെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരതിനെ ഒരു സെലിബ്രേറ്ററി ആസ്പെക്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഔട്ട്സൈഡ് വേൾഡിനും അത് ജനറൽ പബ്ലിക്കിനും അത് അട്രാക്റ്റീവ് ആയിട്ടും ഫാഷനബിൾ ആയിട്ടും തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പല ഫാഷൻ ഷോകളിലും അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് ഇവന്റ്സിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഡ്രസ്ഡ് അപ്പ് ആയിട്ടുള്ള സ്റ്റാർസ് പോലും ഇത്തരത്തിൽ ഡ്രസ്ഡ് അപ്പ് ആയിട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. സോ അതിനൊരു ഇമ്പാക്ട് ഉണ്ട് എന്ന് തന്നെയാണ് സോണ്ടാജ് പറയുന്നത്. Okay, fine. The advantage of Sondage's comments are that they emphasize agency. She brings the audience, the consumers, the camp followers into the picture. അതായത് സോണ്ടാജിന്റെ ഒബ്സർവേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരതിന്റെ സോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ജെയിംസിനെ പോലുള്ള
കൾച്ചറൽ ക്രിട്ടിക്സ്, പോസ്റ്റ് മോഡേണിസ്റ്റ് ക്രിട്ടിക്സ് ഒരു ആർട്ട് ഫോം എടുക്കുമ്പോൾ ആർട്ട് ഫോമിനെ ആസച്ച് മാത്രമാണ് ക്രിട്ടിസൈസ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷെ സോണ്ടാജിനെ പോലുള്ള ആളുകൾ ദേ ആക്ച്വലി ലുക്ക് അറ്റ് വാട്ട് ആക്ച്വലി ക്രിയേറ്റഡ് ദിസ് പെർട്ടിക്കുലർ ആർട്ട് ഫോം. ഈസ് ദർ എനി സ്റ്റോറി ബിഹൈൻഡ് ദിസ് ആർട്ട് ഫോംസ് എമർജൻസ്? അത്തരത്തിലുള്ള, അതായത് ഓഡിയൻസിനെയും കൺസ്യൂമേഴ്സിനെയും അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെയും ഒരേപോലെ തന്നെ എംപ്രൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും അവർക്ക് അത്തരത്തിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ദ സെയിം വുഡ് ഹാവ് ടു ബി ഡൺ വിത്ത് പോപ്പ് മ്യൂസിക് ആൻഡ് കണ്ടംപററി യൂത്ത് കൾച്ചർ. It is impossible to understand boy Jews and culture clubs rise to prominence without considering the punk art school London educated structures from which they emerged. അത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മക്രോബിയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനെ കുറിച്ച്, അതായത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് അപ്ഹോൾഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ആർട്ട് ഫോമിനെ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് അപ്ഹോൾഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും അവര് എംഫസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബാക്കി ഡിസ്കഷൻസ് മുഴുവൻ എന്താ പറയണേ റോൾ ഔട്ട് ചെയ്യുന്നത്. And if media forms are so inescapable, if unreality is now within everyone's grasp, then there is no reason to assume that the consumption of pastiche, parody, and high camp is by definition without subversive or critical potential. അതായത് സൊണ്ടാജ് പറയുന്നത്, സി നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് വി കനോട്ട് എസ്കേപ്പ് ഫ്രം മീഡിയ. മീഡിയ ഇസ് സോ ഇനെസ്കേപ്പബിൾ from our world. So അതാണ് നമ്മുടെ റിയാലിറ്റി. So accept the pastiche, accept the parody, accept the high camps, accept various forms of art and culture that is emerging out of this, because this is reality and it has a potential too. That is very important. She's telling that it is a potential, it has potential too. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. Glamour, glitter and glows should not see easily to be relegated to the insistently. ഇതൊന്നും അപ്പോൾ അപ്പൊളിറ്റിക്കൽ അല്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഗ്ലാമറും ഈ ഗ്ലിറ്ററും ഈ ഗ്ലോസും, അതായത് ഇത്തരത്തിലുള്ള പെർഫോമൻസസും ഇത്തരത്തിലുള്ള, നമ്മൾ പലപ്പോഴും ഇത് കാണുമ്പോൾ നമുക്ക് ഇത് ഷോ ഓഫ് ആണെന്ന് തോന്നും. പക്ഷെ ദിസ് ഈസ് നോട്ട് ആക്ച്വലി ഷോയിങ് ഓഫ്. ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി പൊളിറ്റിക്കൽ. ഇത് അപ്പൊളിറ്റിക്കൽ അല്ല. ഇറ്റ് ഹാസ് എ വെരി സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ബിഹൈൻഡ് ഇറ്റ്. If, as Jameson suggests, life has been more dramatized to the level of soap, if love is always like a Jewish Jackie story, and then yes, the sharp distinction between real life and fiction form must give way to deep intermingling. അതായത് ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ we should accept life as like a both intermingling of a convergence of both fiction and reality. അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഗോഗ് വിതാലിന്റെ ഒരു നോവലിന്റെ എക്സാമ്പിൾ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എങ്ങനെയാണ് ആ നോവലിൽ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. വളരെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേഷനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ്. സോ okay, all of this comes close to what Baudrillard calls implosion. It is a vague but appropriate term. It implies an outburst of energy which is nonetheless controlled and inclining to inwards. Baudrillard, Umberto Eco and Jameson all see this as a totalizing and all immersing process. അതായത് മൂന്ന് ക്രിട്ടിക്കുകൾ ബേസിക്കലി ബൗഡ്രിലാർഡും ഉംബർട്ടോ എക്കോയും ജെയിംസണും ഇതിനെ കാണുന്നത് കൈൻഡ് ഓഫ് ഈ ഒരു ടെൻഡൻസിയാണ് ഇവിടെ ഞാൻ പറയുന്നത്. പോസ്റ്റ് മോഡേൺ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു ടോട്ടലൈസിങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്, ഒരു ഇമ്മേഴ്സിങ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു എവർ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്, ഒരു ഹോൾ, ഐ മീൻ നത്തിങ് ഈസ് എക്സെപ്റ്റഡ് ഫ്രം ദിസ്. എല്ലാത്തിനെയും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എല്ലാത്തിനെയും ഒരേപോലെ അസിമിലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു പ്രോസസ് ആണ് പോസ്റ്റ് മോഡേണിസ്റ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബോഡ്രിലാർഡ് പറയുന്നത് ഇതിന് ഇംപ്ലോസിയൻ എന്ന് പറയുന്ന ടേം ബോഡ്രിലാർഡ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ബോഡ്രിലാർഡ് പറയുന്നു ജസ്റ്റ് ലൈക്ക് മീഡിയയിലും നമ്മൾ മീനിങ് എങ്ങനെയാണ് ഇംപ്ലോസിയനിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ കൾച്ചറും ആ ഒരു ലെവലിലേക്ക് പോകുമെന്ന് ബോഡ്രിലാർഡ് പറയുന്നത് ഈ ഒരു അസംഷന്റെ ഭാഗമായിട്ടാണ്. കാരണം innumerable forms of art is being created every day because everyone is creating their own forms of art. Nothing is like ideal art or classical art. പക്ഷേ ഈ ഒരു പോയിന്റിനോട് ആക്ച്വലി ക്രിട്ടിക്കൽ ആയിട്ട് ഈ ഒരു പോയിന്റിനെ ആക്ച്വലി റിജക്ട് ചെയ്തുകൊണ്ട് മക്രോബി പറയുന്ന ഒരു കാര്യമാണ്. ബട്ട് നൺ ഓഫ് ദം കൺസിഡർ ദാറ്റ് ന്യൂ അസോസിയേഷൻസ് ആൻഡ് റെസിസ്റ്റൻസസ് വിച്ച് ഹാവ് കം ഇൻ ടു പ്രോമിനൻസ് ബൈ ദ വേ ഓഫ് ദീസ് പ്രോസസ്സസ് ഇൻ ദി ലാസ്റ്റ് 15 years. അതായത് മക്രോബി പറയുന്നത് even though it is a situation, it is the status quo, ഈ മൂവ്മെന്റ്സ് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് ഇവരോട് ഉദ്ദേശിക്കുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, പോസ്റ്റ് മോഡേണിസത്തിന്റെ സമയം മുതലാണ് ഈ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഏറ്റവും വലിയ പ്രൊപ്പഗേറ്റേഴ്സും അതിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഐ മീൻ ലൈക്ക് ആർട്ട് ഫോമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആർട്ട് ഫോമിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്
എന്താ സി ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ഓഫ് പീപ്പിൾ ആണ് ശരിക്കും. അവർ ഒരുപാട് അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോപ്പ് മ്യൂസിക് ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഗ്രാഫിറ്റി ആർട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും സ്ട്രീറ്റ് ആർട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ്, അല്ലെ അവരുടെ എക്സ്പ്രഷന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, many of these share more in common with the shattered energy of implosion, with James and fragmented space of okay, that's nothing. Okay, in the British context, not just the proliferation of pop culture and the challenge it has mounted to the mainstream but art, but also the involvement of youth in the reaction of an egalitarian avant-garde. Of course, this is no longer an avant-garde proper, since the privileging of the form has been abandoned in favor of a cross-referencing between forms and notable between pop and art, between aesthetics and commerce, between commitment and the need to make a living. This leads directly to the further failing in Jameson's account. There is no recognition that those elements contained within this diagnosis of postmodernism, including pastiche, that can create a vibrant critic rather than in an inward-looking second-hand aesthetics. See, ഇവിടെ പറയുന്നത് വെച്ചുള്ളൂ, മെക്രോബി പറയുവാണ് ശരിക്കും ബ്രിട്ടനിലേക്ക് കോണ്ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ ഇത് ഈ ഒരു മൂവ്മെന്റ്, അതായത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കൾച്ചറൽ മൂവ്മെന്റ്സ്, കൾച്ചറൽ ഫോംസ് അല്ലെങ്കിൽ ആർട്ട് ഫോംസ്, മീഡിയ ഫോംസ് ശരിക്കും ഒരു അവൻഗാർഡ് തന്നെയാണ്. ഒരു പ്രോപ്പർ അവൻഗാർഡ് അല്ലെങ്കിലും അവൻഗാർഡിൽ സമയത്ത് എങ്ങനെയാണോ പുതിയ ആർട്ട് മൂവ്മെന്റ്സ് ഒറിജിൻ ചെയ്തത്, എത്ര റെബല്യസ് ആയിട്ടാണോ അവ ഔട്ട്ബേസ്റ്റ് ചെയ്തത്, ആ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് ശരിക്കും ഇവിടെ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് ആർട്ടിലും കൾച്ചറിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനെ ഒരിക്കലും നമുക്ക് ഒരു അവൻ ഗാർഡിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ബൗണ്ടറീസ് ഇല്ല. ബേസിക്കലി ഇറ്റ് ഈസ് ഇന്റർമിംഗിൾ ആണ്. അവൻ ഗാർഡ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു എ ഫോം. നമുക്കറിയാം ഡാഡായിസം പോലുള്ള അവൻ ഗാർഡ് മൂവ്മെന്റ്സ് വന്നപ്പോൾ നമ്മൾ പറയും എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ഭാഗമാണ് അതെന്ന് പറയും, അല്ലെങ്കിൽ മോഡേണിസത്തിന്റെ ഭാഗമാണെന്ന് പറയും. ദർ ഈസ് എ ഫോം ഓൾവേസ് നീഡഡ് ടു ബി സ്റ്റിക്ക് ഓൺ വിത്ത് അവൻ ഗാർഡ്, ദിസ് കൈൻഡ് ഓഫ് വെരി സ്പെസിഫിക് മൂവ്മെന്റ്സ്. സോ ബ്ലാക്ക് അർബൻ കൾച്ചർ ആസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പോസ്റ്റ് മോഡേൺ. ഇനി കുറെ എക്സാമ്പിൾസ് ഇല്ല, 1-2 എക്സാമ്പിൾസ് അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പോസ്റ്റ് മോഡേൺ ആർട്ട് ഫോംസ് became more profitable അല്ലെങ്കിൽ more beneficial for a particular group of people. അമേരിക്കയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ അവർ പറയുന്നത് ബ്ലാക്ക് അർബൻ മ്യൂസിക് ഹാസ് ഓൾവേസ് thrived on fake forged identities, creating a facade of grand sounding titles which reflect both the otherness of the black culture, the extent to which it is outside that which is illegitimate, and the way in which white society has condemned it to be nameless. അതായത് ബ്ലാക്ക് കൾച്ചറിന്റെയും ബ്ലാക്ക് മ്യൂസിക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോം അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർടെക്ച്വാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ശരിക്കും അവരുടെ പൊസിഷനെ റീക്ലെയിം ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ലിബറേഷനെ പോസിബിൾ ആക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. ഇൻ അമേരിക്ക ഗ്രാഫിറ്റി റിമൈൻസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഗ്രാഫിറ്റിയെ കുറിച്ച് മറ്റൊരു എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്. ഗ്രാഫിറ്റി ആർട്ടും ഇതുപോലെ തന്നെ പോപ്പ് ആർട്ട് പോലെ പോപ്പ് മ്യൂസിക് പോലെ ഒരു ഡൗൺ ട്രോഡൻ ക്ലാസിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് വളർന്നു വന്ന പോസ്റ്റ് മോഡേൺ മൂവ്മെന്റ് ആണ് ഗ്രാഫിറ്റി ആർട്ട്. അപ്പോൾ a terminal vantage point in the white consumer culture, adolescents urban aesthetics giving their creators fame once they get into the galleries, but otherwise only faint notoriety. It is a cultural identity which half mocks, half celebrates, and the excess of the mainstream white culture. The graffiti painter is the Spider-Man of the ghetto, projecting pure fantasy. For the white middle class kid, the comic hero occupies a space of boredom. For the black ghetto kid, they are transformed by graffiti art into a fantastic vision invested with a secret meaning. So see, they look at the way even a graffiti works. Even a graffiti works with children or with people, with a particular group of people. For example, a graffiti of a hero of like Spider-Man, and how does a white middle class child watches it? It doesn't make any difference for him, maybe because he has many other superheroes with him. പക്ഷേ usually we find graffitis on streets where people like graffiti art basically downtrodden people നെയാണ്, low class people-നെയാണ്, ശരിക്കും low class people-നെയാണ്. സോ McRobbie അഭിപ്രായപ്പെടുന്നത് വെച്ചാൽ ഗ്രാഫിറ്റി ആർട്ട് മേക്കിംഗ് എ സൂപ്പർ ഹീറോ ഇൻ എ ഗ്രാഫിറ്റി ഓൺ എ ബിഗർ വാൾ ആക്ച്വലി applies or implies a very different meaning, or is suggestive of a very different meaning for a child from a ghetto, or a child from a colony, from a very very bad, very poor background. He might have a different kind of dreams nurturing upon this graffiti. Like, see, the vision and the secret that he is
creating is entirely different from a child who is from a very different economic background. So the way, I mean, these kind of arts are working is entirely different, and this is really liberating too. അതാണ് അവർ ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പോസ്റ്റ് മോഡേണിസ്റ്റ് ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡെപ്ത്ലെസ് ആർട്ട്. ഇറ്റ് ഹാസ് എ മീനിങ്, ഇറ്റ് സെർവ്സ് പർപ്പസ് ഇൻ പെർട്ടിക്കുലർ വേ that we have to understand. For in order to understand that, we need to study how postmodernism engages with culture, especially the popular culture. So alongside these largely male forms must be replaced the writings of black within our, I mean, coming back to another forms which are actually taking leverage upon postmodernism, അല്ലെങ്കിൽ postmodernismത്തിന്റെ ആ ഒരു എന്താ പറയണേ, ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ഇൻ ദ സെൻസ് പോസിറ്റീവ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മറ്റു മൂവ്മെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. വിമൻ റൈറ്റിംഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ബ്ലാക്ക് വിമൻ റൈറ്റിംഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെത്രത്തോളം ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോയട്രികൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബ്ലാക്ക് വിമൻ പോയട്രി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ബ്ലൂസ് ഉണ്ട്, ബ്ലാക്ക് വിമൻസിന്റെ ബ്ലൂസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹൗ ദേ ആർ എക്സ്പ്രസിംഗ് ദംസെൽസ്, ദേ ആർ ലൈക്ക് സ്റ്റോറീസ്, നറേറ്റീവ്സ്. ദേ ആർ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ സോങ്സ് ആണ് കേട്ടോ. Tony Caday's Bambra's prose is a closet in rhyme to the jazz sounds of the city. It is a breathtaking, a guile writing, insisting on the pleasure, the wit of the community, more often characterized as monolithic and deprived. So, an example of Tony Bambra's prose ne kurichu parayunnanu. All of this is taking place within the cracks of a crumbling culture where progress is in question and society seems to be standing still. സോ അതായത് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇൻ ദ കണ്ടംപററി കൾച്ചറിലാണ്, വിച്ച് വി ആക്ച്വലി കൺസിഡർ ടു ബി ക്രംബ്ലിംഗ് കൾച്ചർ, എ ലൂസിംഗ് കൾച്ചർ. വി ഓൾവേസ് lament that our culture has lost its purity, right? നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ കൾച്ചർ ലോസ്റ്റ് ഇറ്റ്സ് പ്യൂരിറ്റി എന്ന്. പക്ഷേ this is all happening in this culture. This is all happening in the society. I mean, it's very much happening here actually. There is no going back for us. For populations transfixed on image which are themselves a reality, there is no return to mode of representation which is politicized in kind of straightforward, worthwhile way. അതായത് നമുക്കൊരു തിരിച്ചുപോക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല ഒരിക്കലും. That reality space is lost. We have entered into another phase where it is real. We have to accept that. It's no longer possible living within postmodernism to talk about unambiguously negative or positive images. It's neither the end of social or meaning nor the beginning of a new nihilism. Social agency is employed in the activation of meanings. Audience or viewers, lookers or users are not simple-minded. അതായത് നമ്മൾ ഒരുപാട് പെസിമിസ്റ്റിക് ആവേണ്ട ആവശ്യമില്ല, നൈഹിലിസ്റ്റിക് ആവേണ്ട ആവശ്യമില്ല. മറിച്ച് ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം പെനിട്രേറ്റിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ മീഡിയ എത്രത്തോളം പെനിട്രേറ്റിംഗ് ആണെങ്കിലും, ഓഡിയൻസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഓഡിയൻസിന് ഇപ്പോഴും ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ദേ ആർ സ്റ്റാൻഡിങ് ഇൻ എ വാൻറ്റേജ് പോയിന്റ്. ദേ ക്യാൻ ആക്ച്വലി ചെക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ദാറ്റ് പോസിബിലിറ്റി സ്റ്റിൽ എക്സിസ്റ്റിംഗ്. അതാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് McRobbie അവതരിപ്പിക്കുന്നത്. The reason why postmodernism appeals to a wider number of young people and to what might be called the new generation of intellectuals, often black, female, working class, is that they themselves are experiencing the enforced fragmentation of impermanent work and low career opportunities. അതായത് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസം പുതിയ ജനറേഷൻ ഇത്രത്തോളം അപ്പീലിംഗ് ആവുന്നത് എന്നതിന് കാരണം, they are leaving what postmodernism is standing for. Actually, postmodernism is standing for what their life is like. They I mean, impermanency in work, low career opportunities, the kind of relationship problems that we have, the like kind of inconsistency that we have in our life. ഇതിനെയൊക്കെ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് മോഡേണിസം. അല്ലാതെ പോസ്റ്റ് മോഡേണിസം കണ്ടിട്ടല്ല നമുക്ക് ഇതൊക്കെ സംഭവിച്ചത്. ദിസ് ഈസ് അവർ പാർട്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് പോസ്റ്റ് മോഡേണിസം ഈസ് ജസ്റ്റ് simply reflecting all these things. Far from being overwhelmed by media saturation, there is evidence to suggest that these social groups and minorities are putting it to work for them. This alone should prompt the respect and the attention of an old generation which seems at the present too eager to embrace a sense of political hopelessness. Okay, fine. With that we end this session. I know this was a very lengthy portion. I also ran through many of the slides. പക്ഷെ ഞാൻ മേജർ ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ ബോൾഡ് ചെയ്തേക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?